ശേഷിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കേണ്ടതിന് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആരെങ്കിലും ഒരാൾ വായിച്ചോട്ടെ. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തതുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. സ്വർഗീയ പിതാവേ, ഈ വചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണമേ. കർത്താവായ യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. വിസ്തരിക്കേണ്ടതാണ്, 1-1.5 മണിക്കൂർ സമയം വിസ്തരിക്കേണ്ടതാണ്. ഞാനതെങ്ങനെ 1 മണിക്കൂർ 10 മിനിറ്റ് സമയത്തിൽ നിർത്താം എന്ന് ചിന്തിക്കുകയാണ്. അതുകൊണ്ട് മുഖവുരകൾ വേഗത്തിൽ ഞാൻ വെട്ടിച്ചുരുക്കി അതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ ജോൺ കെ മാത്യു അവர்கள் ഉദ്ഘാടനം ചെയ്തപ്പോഴും ഇവിടെ പാടിയ 2-3 പാട്ടുകളും യേശുവിൻ്റെ വരവിനെ കുറിച്ചായിരുന്നു. ഞാൻ വേറെ ഏത് വിഷയം ചിന്തിച്ചുകൊണ്ടിരുന്നാലും കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ആരിൽ എന്തെങ്കിലും പറഞ്ഞു പോയാൽ പെട്ടെന്ന് ഞാൻ വിഷയം മാറ്റും, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പ്രസംഗിക്കും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അകത്തളത്തിൽ ഊറി ഉറച്ച ഒരു വിശ്വാസമാണ് നമ്മുടെ കാലഘട്ടത്തിൽ കർത്താവ് വരും എന്നുള്ളത്. അതുകൊണ്ട് അത് പറഞ്ഞിട്ടാകാം മറ്റു കാര്യങ്ങൾ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നാളെയും മീറ്റിംഗുണ്ട്, മറ്റന്നാളും മീറ്റിംഗുണ്ട്. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഈ ഭൂതലത്തിൽ എങ്ങും വരാനൊരു പരീക്ഷാകാലമുണ്ട്. അപ്പോൾ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കുകയാണ് ദൈവം. അങ്ങനെ വരുമ്പോൾ ഞാൻ നിന്നെ അതിൽ നിന്ന് കാക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം. കോവിഡുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ ഇത്രത്തോളം സുതാര്യമായൊരു വചനം വേറെ കിട്ടാനില്ല. ഈ വാക്യം വാസ്തവത്തിൽ കോവിഡുമായിട്ട് ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കേണ്ടതല്ല, ഇത് മഹാപീഡന കാലഘട്ടവുമായി വ്യാഖ്യാനിക്കേണ്ടതാണ്. ഞാൻ ഈ കോവിഡ് സമയത്തൊക്കെ ധാരാളം പ്രഭാഷണങ്ങൾ പുറത്തിറക്കിയതിൽ കോവിഡുമായി ബന്ധപ്പെട്ട് 2 മെസ്സേജുകളാണ് പുറത്തിറക്കിയത്. ഒന്ന് ലോക്ക് ഡൗൺ എന്നൊരു മെസ്സേജാണ്, യെശയ്യാവിൻ്റെ പ്രവചനം 26-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. 2 ഈ മെസ്സേജാണ്. ഇത് കൂടാതെ 10-25 മെസ്സേജുകൾ വേറെ ഉണ്ടെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഈ മെസ്സേജിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് മുന്നറിയിപ്പുകൾ എന്നുള്ളതാണ്. എന്താണ് ഇന്ന് രാത്രിയിൽ ദൈവം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ എന്താണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അനേക സ്ഥലങ്ങളിൽ ഞാൻ ട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ എൻ്റെ കയ്യിൽ വന്ന ട്രാക്റ്റുണ്ട്, അപകട സൂചനകളെ അവഗണിക്കരുത്. ഞാൻ ട്രാക്റ്റ് കൊടുക്കുന്നതിൽ എനിക്ക് എന്നെ തന്നെ അഭിമാനം തോന്നിയിട്ടുള്ള ഒരാളാണ്. എൻ്റെ അപ്പൻ്റെ കലാവേദിയിൽ, രഞ്ജിനി കലാവേദിയിൽ കഥാപ്രസംഗം പറഞ്ഞ് നടന്ന ഒരു ബാല്യക്കാരനായിരുന്നു ഞാൻ. അതുകൊണ്ട് കവലകൾ കാണുമ്പോഴെല്ലാം എനിക്ക് സുവിശേഷം പ്രസംഗിക്കണം എന്നൊരാവേശം ഉണ്ടാകാറുണ്ട്. കേരളത്തിൻ്റെ 465 സിറ്റികളിൽ ഞാൻ ട്രാക്റ്റ് കൊടുക്കുകയും 10.5 ലക്ഷം ആളുകളുടെ കയ്യിൽ ഏകദേശമാണ് എനിക്ക് എൻ്റെ ഈ കൈ കൊണ്ട് ട്രാക്റ്റ് കൊടുക്കാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. സിക്കിം എന്ന ഒറ്റ സ്റ്റേറ്റ് ഒഴികെ ഇന്ത്യയിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും പോയി യേശുവിനെ പ്രസംഗിക്കാൻ, ഇങ്ങോട്ടാരും വിളിച്ചിട്ടല്ല, ഞാൻ അങ്ങോട്ട് പോയി പ്രസംഗിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് പരസ്യവേദികളിലൊക്കെ യേശുവിനെ പ്രസംഗിക്കണം എന്നുള്ളത്. വിദേശ രാജ്യങ്ങളിൽ പോയാൽ പോലും ഞാൻ പരസ്യയോഗം നടത്താൻ പറ്റുമെങ്കിൽ നടത്തിയിട്ടാണ് ഞാൻ പോരാറുള്ളത്. അപ്പോൾ അതിനകത്ത് കൊടുത്ത ട്രാക്റ്റാണ് അപകട സൂചനകളെ അവഗണിക്കരുത്. ഈ വാക്യങ്ങളിൽ ആളുകൾ വ്യാഖ്യാനിക്കുന്നത് മഹാപീഡന കാലഘട്ടത്തിന് മുൻപാണോ സഭ എടുക്കപ്പെടുന്നത്, അതിന് ശേഷമാണോ സഭ എടുക്കപ്പെടുന്നത് എന്ന വിഷയം ചർച്ച ചെയ്യാനാണ്. എന്നെ ആളുകൾ വിളിക്കാറുണ്ട്, പാസ്റ്ററെ സഭ മഹാപീഡനത്തിൽ കൂടി കടന്നു പോകുമോ ഇല്ലയോ, ഒരു സംവാദത്തിന് വരാമോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പോകാറില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, വളരെ വർഷങ്ങൾക്ക് മുൻപ് ചെറുപ്പത്തിൽ 10-25 വയസ്സുള്ളപ്പം ഞാൻ 2 സംവാദങ്ങൾ ഞാനായിട്ട് മുൻകൈയെടുത്ത് വെല്ലുവിളിച്ചുകൊണ്ട് സംഘടിപ്പിച്ചതാണ്. ഏതായാലും ആ 2 സംവാദത്തിലും വളരെ മാന്യമായി അന്തസ്സായി തോൽപ്പിച്ചു. ഞാൻ അവരെയല്ല, അവർ എന്നെയാണ് തോൽപ്പിച്ചത്. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി, സംവാദങ്ങളിലൊന്നും വെച്ചാൽ തലയിടാനുള്ള ശേഷിയും ക്ഷേമുഷിയൊന്നും എനിക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ടും അനിൽ കൊടുത്തോട്ടം എന്ന അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ സഹപ്രവർത്തകനെ പോലെയുള്ള നിരവധി ദൈവദാസന്മാർ ആ പോർമുഖത്ത് ഇരമ്പി എത്തുന്നതുകൊണ്ടും ഞാൻ അവർക്ക് ഭാവുകങ്ങൾ ആശംസിച്ച് പിന്മാറുകയാണ് ആ ഭാഗത്ത് നിന്ന്. പക്ഷേ വചനം പഠിപ്പിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എൻ്റെ പിള്ളേർ എന്നോട് ചോദിക്കും, സർ സഭ മഹാപീഠത്തിൽ കൂടി കടന്നു പോകുമോ ഇല്ലയോ? രസകരമായൊരു ഉത്തരം പറഞ്ഞ് വിഷയത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം.
വളരെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പഠിപ്പിച്ചിരുന്ന ഒരു ബൈബിൾ കോളേജിൽ, എറണാകുളത്തുള്ള കോളേജാണ്, ഒരു പ്രബന്ധം ഞാൻ അവതരിപ്പിച്ചു. പ്രബന്ധത്തിൻ്റെ പേര് സഭ മഹാപീഠത്തിൽ കൂടി കടന്നു പോകുമോ ഇല്ലയോ. 3:30 വരെയുള്ള തീവ്രമായ ചോദ്യങ്ങൾക്കെല്ലാം അറിയാവുന്നത് പോലെയുള്ള ഉത്തരങ്ങൾ ഒരുവിധം തൃപ്തിയായി പറഞ്ഞ് 3:30 പ്രബന്ധം അവസാനിപ്പിക്കാൻ നേരത്തെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ മോഡറേറ്റർ പറഞ്ഞു, ജോയി പാറയ്ക്കൽ വളരെ മനോഹരമായി സഭ മഹാപീഠത്തിൽ കൂടി കടന്നു പോവുകയില്ലെന്ന് തെളിയിച്ചിരിക്കുന്നു. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അന്നും ഇന്നും ഇതുവരെ. നാളത്തെ കാര്യം പറഞ്ഞുകൂടല്ലോ. അദ്ദേഹത്തെ വേദിയിലേക്ക് ഹർഷാരവത്തോടെ സ്വാഗതം ചെയ്യാമെന്ന് പറഞ്ഞു. സ്വാഗതം ചെയ്തു. അതിനുശേഷം അന്ന് 1650 രൂപ വിലയുള്ള ഒരു കിങ് ജെയിംസ് വേർഷൻ്റെ ബൈബിൾ എനിക്ക് സമ്മാനമായിട്ട് തരാൻ എന്നെ വിളിച്ചു. അതിനിടയിൽ ഞങ്ങളുടെ ഒരു പാസ്റ്റർ പറയുന്ന ഒരു ചെറിയാൻ പാസ്റ്ററാണ്, മരിച്ചുപോയത് കൊണ്ടാണ് പേര് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ജോയി പാറയ്ക്കലെ എന്നെ വളരെ സ്നേഹത്തോടെ വിളിക്കുകയാണ്, പാറയ്ക്കലെ എന്നാണ് വിളിക്കുന്നത്. ഓസിന് കിട്ടുന്ന സമ്മാനമല്ലേ, മേടിച്ചുകൊണ്ട് പൊക്കോ. പക്ഷേ നിങ്ങൾ ആര് പറഞ്ഞാലും ശരി, സഭ മഹാപീഠത്തിൽ കൂടി കടന്നു പോകും. വീണ്ടും ഒരു അംഗം മുറുകുന്നു എന്ന് കണ്ട ഞങ്ങളുടെ മോഡറേറ്റർ എഴുന്നേറ്റ് പറഞ്ഞു, നമുക്കിനിയും സംവാദത്തിന് സമയമില്ല. ആളുകൾ ബൈബിളിൻ്റെ സിബ് ഇട്ട് തുടങ്ങി. അതൊക്കെ ഒരു പുതിയ അപ്ഡേറ്റാണ്. പണ്ടൊക്കെ കൂട്ടമായിട്ടുണ്ട് ഹല്ലേലൂയ പറയും യോഗം മടുക്കുമ്പോൾ, പിന്നെ വാച്ച് കെട്ടി ഹല്ലേലൂയ പറയും. ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബൈബിൾ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് സിബ് ഇടും എന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ പോവുകയാണെന്നാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഏതാണ്ട് നിർത്തി കൊടുക്കണം. അതാണ് ഇതിൻ്റെ സാരാംശം. അപ്പോൾ ആളുകൾ ബൈബിളിൽ സിബ് ഇട്ട് തുടങ്ങിയതുകൊണ്ട് ഇനി ഒരംഗത്തിന് ബാല്യമുണ്ടെങ്കിലും നമുക്ക് അവസാനിപ്പിക്കണം. ഞാൻ ഒരു സൊല്യൂഷൻ പറയട്ടെ എന്ന് ചോദിച്ചു. എന്നെ തിയോളജി പഠിപ്പിച്ച അധ്യാപകനായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ. ചെറിയാൻ പാസ്റ്റർ പറഞ്ഞു, സാറ് സൊല്യൂഷൻ പറഞ്ഞോളൂ. അപ്പോൾ സാറ് പറഞ്ഞ മറുപടി കേൾക്കണോ? എന്നോട് പറഞ്ഞു, ജോയി പാറയ്ക്കൽ നിങ്ങൾ മഹാപീഡന കാലത്തിന് മുൻപ് കർത്താവിൻ്റെ അടുക്കൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ചെറിയാനപ്പച്ചൻ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് അത് കഴിഞ്ഞ് വരാനുള്ള ആഗ്രഹം, അത് കഴിഞ്ഞ് വന്നാൽ മതി, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ആകപ്പാടെ ചിരി ഭയങ്കരമായി. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, അല്ല അത് ജോയി പാറയ്ക്കൽ പോട്ടെ, ജോയി പാറയ്ക്കലിന് മഹാപീഡന കാലത്തിന് മുമ്പ് പോകണമെന്നല്ലേ ആഗ്രഹം, അങ്ങേര് പോട്ടെ, നിങ്ങൾക്ക് അത് കഴിഞ്ഞ് വന്നാൽ പോരെ, നിങ്ങളത് കഴിഞ്ഞ് വന്നാൽ മതി. ഇപ്പം ഞാനിപ്പോൾ ഈ സംവാദകം മുറുകി വരുമ്പോൾ ഞാനിങ്ങനെ പറയുന്നത്, ഒരു കോവിഡ് വന്നിട്ട് പോലും 2.5 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റാതെ പേടിച്ചരണ്ട് അകത്തളത്തിലിരുന്ന നമ്മൾ 3.5 വർഷം കൊണ്ട് സ്വർഗത്തിന് ദൈവം അയക്കുന്ന 60-ൽ പരം ബാധകളെ പടക്കളത്തിൽ നിൽക്കുന്ന പടയാളി നെഞ്ചും നെറ്റിയും കൊടുത്ത് സ്വീകരിക്കുന്ന പോലെ ഞങ്ങൾ നേരിട്ടോളാം എന്ന് പറയുന്ന ആ തൻ്റെ ഇടമുണ്ടല്ലോ, ആ തൻ്റെ ഇടത്തിന് ഒരു ബിഗ് സല്യൂട്ട്. പക്ഷേ എന്നെ കൊണ്ട് പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന, കർത്താവേ, ഈ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുതേ. അതുകൊണ്ട് എൻ്റെ വിശ്വാസം ഞാൻ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു, സഭ മഹാപീഡന കാലഘട്ടത്തിന് മുൻപ് എടുക്കപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അതിനുശേഷം വരാനുള്ളവരോട് ഒരു പിണക്കവും എനിക്കില്ല. നിങ്ങളവിടെ നില്ല്, അത് കഴിഞ്ഞ് വന്നേച്ചാൽ മതി. വിധിയുണ്ടെങ്കിൽ അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നു. മുന്നറിയിപ്പുകളിൽ 5 മുന്നറിയിപ്പുകളാണ് ഈ രാത്രി വേഗത്തിൽ ഞാൻ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്. 2.5 വർഷമായി കോവിഡ് വന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കോവിഡ് കഴിഞ്ഞ് 3ാമത്തെ വേവ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മളാകെ പേടിച്ചിരിക്കുകയായിരുന്നു. കൃപയാൽ വന്നില്ല. ഇങ്ങനെയുള്ള മാറാവ്യാധികൾ ലോകത്തിൽ വന്നപ്പോൾ ലോകം ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ എവിടെയോ ആരൊക്കെയോ പ്രസംഗിച്ച് കേട്ടു, 2000-ത്തിലധികം ദൈവദാസന്മാരാണ് മരണപ്പെട്ടത്. അപ്പോൾ വിശ്വാസികളുടെ എണ്ണമോ അതിനേക്കാൾ ബഹുഭൂരിപക്ഷം വരുമായിരിക്കും. എൻ്റെ പ്രായത്തേക്കാൾ കുറഞ്ഞവരെ, എൻ്റെ സമപ്രായത്തിലുള്ളവരെ, എൻ്റെ പ്രായത്തിൽ കൂടിയവരെയൊക്കെ ഈ 2.5 വർഷത്തിൽ ഞാൻ ശവസംസ്കാര ചടങ്ങുകൾ കണ്ണുനീരോടെ നടത്താൻ ഇടയായിട്ടുണ്ട്. 10 പേരെയും 15 പേരെയും വെച്ച് നിരവധി വിവാഹങ്ങളും നടത്തിയിട്ടുണ്ട്. അത്ഭുതപ്പെടുത്തിയ പല കാര്യങ്ങളാണ് അതൊക്കെ. എന്നിരുന്നാൽ തന്നെയും ഈ മുന്നറിയിപ്പ് എന്തിനായിരുന്നു എന്നുള്ളതിലേക്ക് ഞാൻ വേഗത്തിൽ വരികയാണ്. നമ്മുടെ ഇടയിൽ ധാരാളം മുന്നറിയിപ്പുകളുണ്ട്. കോവിഡിന് ശേഷം കണക്കുകൾ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞല്ലോ, 33% ആളുകളാണ് പള്ളിക്കകത്ത് ഇപ്പോൾ കയറാത്തത് എന്നാണ് പറയുന്നത്. 33% ആളുകൾ കയറുന്നില്ല. ഇപ്പോൾ ഏതാണ്ടൊക്കെ പതുക്കെ അനങ്ങി കയറി തുടങ്ങിയെന്ന് തോന്നുന്നു. ആളുകൾ പറയുന്നത്, പണ്ടൊരു ഭാഷ വിളിച്ചു, അമ്മാമ്മ എന്താ ആരാധിക വരാത്തെ? ഓ, എൻ്റെ ഭാഷയെ അവിടെ വന്നാൽ പാസ്റ്ററിൻ്റെ ഒരു ഉണക്കപ്രസംഗവും നമ്മുടെ സഭയിലുള്ള പിള്ളേരുടെ ഒരു ഓഞ്ഞ പാട്ടും. പക്ഷേ ഞങ്ങൾ നോക്കിയൊക്കെ ടി വിക്കകത്ത് എന്നാ പാട്ടാ പാസ്റ്ററെ, എത്ര പേരാ പ്രസംഗിക്കുന്നത്, എത്ര പേരാ പാടുന്നത്. അതുകൊണ്ട് ഇത് മതി ഭാഷ തൽക്കാലത്തേക്ക് എന്നാണ് അച്ചായൻ്റെയും അമ്മാമ്മയുടെയും തീരുമാനം. പാസ്റ്റർ പറഞ്ഞു, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അന്ന് രാത്രിയിലാണ് അപ്പച്ചൻ ബാത്റൂമിൽ കാല് തെറ്റി വീണത്. അപ്പോൾ പാസ്റ്ററെ വിളിച്ചു, പാസ്റ്ററെ ഒന്ന് ഓടി വായോ, എന്തിനാന്ന് ചോദിച്ചു. അല്ല, ആശുപത്രി വരെ കൊണ്ടുപോകാനാ. അല്ല, ടി വിയിൽ കണ്ടമാനം പാസ്റ്റർമാരുണ്ടല്ലോ, അതിലൊരാളെ വിളിച്ച് ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തോളണം,
ഈ ടി വിയിൽ സവായമൊക്കെ വെച്ചിരിക്കുന്നത് കയ്യും കാലും കണ്ണും മൂക്കും നാക്കൊക്കെ ഉള്ള നമുക്ക് വേണ്ടിയിട്ടല്ല, അതൊന്നും ഇല്ലാത്ത ആൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതൊക്കെ ഉള്ളവർ നേരെ സവായത്തിന് വരണം. സ്തോത്രം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് ഞാൻ അവിടെ കൂടെ നിർത്തുകയാണ്. അപ്പോൾ ഞാൻ 5 മുന്നറിയിപ്പുകൾ നൽകുന്ന ഒന്നാമത്തെ മുന്നറിയിപ്പ് എന്താണെന്നറിയാമോ? ഈ കോവിഡ് പോലെയുള്ള മഹാമാരികൾ ലോകത്തിലേക്ക് വരുമെന്ന്. 1, മെഡിക്കൽ സയൻസ്, ആരോഗ്യരംഗം. മെഡിക്കൽ സയൻസ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ലോകത്തിലുണ്ടാവും. 2, ചരിത്രം നമുക്ക് മുന്നറിയിപ്പ് നൽകി. ശ്രദ്ധിക്കണം, അല്പം നമ്മൾ ചരിത്രം പഠിക്കേണ്ടവരാണ്. നമുക്ക് മുന്നറിയിപ്പ് നൽകി, ഇതുപോലെയുള്ള മഹാമാരികൾ ലോകത്തിലുണ്ടാവും. 3ാമത്തെ മുന്നറിയിപ്പ്, ഇതിഹാസ പുരുഷന്മാർ, ദാർശനികന്മാർ, നമ്മുടെ മനസ്സുകളിൽ ഇടം നേടിയിട്ടുള്ള ലോക പ്രശസ്തരായ ആളുകളുടെ ഗ്രന്ഥങ്ങൾ, അവരുടെ ആശയങ്ങൾ ലോകത്തിൽ മുന്നറിയിപ്പ് നൽകി, ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകും. 4ാമത്, നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ പ്രവാചകന്മാർ, പ്രഭാഷകർ, അവരുടെ പുസ്തകങ്ങളിൽ കൂടെ, ഞാൻ ബഹുമാനപ്പെട്ട സാറിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ട്, അതിലൂടെയൊക്കെ ശക്തമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. ലോകം അവസാനിക്കാറായി. 5ാമത്തെ മുന്നറിയിപ്പ്, ഈ 4 മുന്നറിയിപ്പുകൾ കോവിഡിനെ കുറിച്ചാണെങ്കിൽ, 5ാമത്തെ മുന്നറിയിപ്പ്, ഇതുപോലെയുള്ള സംഭവങ്ങൾ ലോകത്തിൽ വന്നതിൻ്റെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്, കാഹളം ധ്വനിക്കാറായി. ഇനി അധികം കാലങ്ങളില്ല എന്നുള്ള 5ാമത്തെ മുന്നറിയിപ്പാണ്. ഈ 5 മുന്നറിയിപ്പുകൾ വേഗത്തിൽ ഞാൻ വിശദീകരിക്കുന്നു. നമ്പർ 1, ഒന്നാമത്തെ മുന്നറിയിപ്പ്, മെഡിക്കൽ സയൻസ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു, നിങ്ങൾക്ക് ഇതുപോലെയുള്ള മാരകമായ രോഗങ്ങൾ വരും. പണ്ട് കാലത്തൊക്കെ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ചെന്നാൽ ആകപ്പാടെ എന്തെല്ലാം രോഗം നമ്മൾ പറഞ്ഞാലും നെഞ്ചുവേദനയുമായി 5 പേര് ഒരു ബെഞ്ചിൽ ഇരുന്ന് ഡോക്ടറോട് എന്തെല്ലാം വിശേഷങ്ങൾ പറഞ്ഞാലും അദ്ദേഹം 4 കാര്യമേ ചെയ്യൂ. കണ്ണ് മിഴിച്ചു നോക്കുന്നു, നാവ് നീട്ടാൻ പറയുന്നു, സ്പന്ദനം നോക്കുന്നു, നെഞ്ചത്തോട്ട് സ്റ്റെതസ്കോപ്പ് വെക്കുന്നു. അതിനുശേഷം പറഞ്ഞു വലിക്കാൻ പറയുന്നു, വിടാൻ പറയുന്നു. ഇത്രയും കഴിഞ്ഞ രോഗനിർണയമായി. ഇന്നങ്ങനെ അല്ലല്ലോ. ഇന്ന് ചെന്നാൽ 6 മാസം കൊണ്ട് 6000 രൂപ മേടിച്ചെടുത്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ രോഗമാണെന്ന് പറയുന്നത്. പക്ഷേ അന്നത്തെ ആ ഡോക്ടർമാർ അന്ന് പിന്നെ അങ്ങനെ ഒത്തിരി മരുന്നൊന്നും കുറിക്കണ്ട, പാരസെറ്റമോളേ ഉള്ളൂ. പിന്നെ അവിടെ ചെല്ലുമ്പം ചുമന്ന ജാറയ്ക്കകത്തൊരു ചുമയുടെ മരുന്നും കുറിച്ച് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ മരുന്നാണ് ഇപ്പോഴും നല്ലതെന്നുള്ളതാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലമൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, രോഗങ്ങൾ പല വകുപ്പുകളിലൂടെയാണ് രംഗത്തേക്ക് വന്നത്. ഈ രോഗങ്ങൾക്കൊക്കെ നമുക്ക് ഈ അക്വയേർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്ന, എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം, അതുപോലെ ക്യാൻസർ, 1st, 2nd, 3rd, ഫൈനൽ, ചുമ, ഇങ്ങനെയുള്ള എല്ലാ രോഗങ്ങൾക്കും ചില പ്രത്യേക രീതികൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ക്യാൻസറൊക്കെ എന്ന് പറഞ്ഞാൽ 4th സ്റ്റേജ് ആകുമ്പോഴാണ് മനുഷ്യർ അറിയുന്നത് പോലും. 1st സ്റ്റേജിലൊന്നും അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. തൃശ്ശൂരിൽ ഉള്ള ഫുൾ ഗോസ്പൽ ചർച്ചിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇന്ന് മിനിങ്ങാന്ന് വിളിച്ചു പറഞ്ഞു, പാസ്റ്റർക്ക് ഒരു പനിയാണ്, ഹോസ്പിറ്റലിൽ ചെന്നു, ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറയുന്നു പാസ്റ്റർ ദാനിയേൽ. നിങ്ങളുടെ പ്രാർത്ഥന അദ്ദേഹത്തെ ഓർക്കണം, ICUവിലാണ് ഇപ്പോഴും, അദ്ദേഹം ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കാണുമ്പോൾ യാതൊരു കുഴപ്പമില്ല. പ്രിയപ്പെട്ട ഒരു കാര്യം ഓർക്കണം, പനിയുടെ ഒരു വിശേഷത അറിയാമോ? പനി മാത്രമാണ് പല വേഷപ്പകർച്ചകളിൽ ആടിത്തിമർത്ത രംഗത്ത് വന്നത്. അതുകൊണ്ടാണ് പച്ചക്കറിയുടെ പേരിട്ട് നോക്കി പനിക്ക്, വെജിറ്റബിളിൻ്റെ ഫ്രൂട്ട്സിൻ്റെ പേരിട്ട് നോക്കി, മൃഗങ്ങളുടെ പേരിട്ട് നോക്കി. മറ്റു രോഗങ്ങൾക്കൊന്നും അങ്ങനെയില്ല. 1st, 2nd, 3rd, 4th അങ്ങനെയൊക്കെ ഉള്ളൂ. എനിക്കറിയാമല്ലോ, തക്കാളിപ്പനി, പക്ഷിപ്പനി, പിന്നെന്താണ് പന്നിപ്പനി, കുരങ്ങ് പനി എന്നൊക്കെ പറഞ്ഞ് പനിക്ക് ഇനി പേരിടാനൊരു സംഭവമില്ല. പണ്ട് കാലത്ത് പനി വന്നാൽ നമുക്കൊരു മറ്റ് രോഗങ്ങളുടെ മുന്നറിയിപ്പാണ് എന്ന് പറഞ്ഞ് നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണ് പതിവ്. പനി ഒടുവിൽ തല കുത്തി നിന്ന് നമ്മളെ കൊഞ്ഞണം കാണിച്ചിട്ട് പോയി എന്ന് ഞാൻ പറയാറുണ്ട്. ആ പനിയുടെ പേരാണ് നിപ്പ എന്ന് പറയുന്നത്. പനി തിരിച്ചിട്ടാൽ എന്ത് പേര് കിട്ടും? നിപ്പ എന്ന് കിട്ടും. പിന്നെ മലയാളിക്കൊരു കുഴപ്പമുണ്ട്, ഏത് രോഗം ആർക്ക് വന്നാലും ഓരോ ഡിസ്ട്രിക്റ്റിലേക്കും ഓരോ രോഗങ്ങൾ കൊടുത്തിരിക്കുകയാണ്. നിപ്പ അത് കോഴിക്കോടുകാർക്കാണ്, വെള്ളപ്പൊക്കം അത് തിരുവനന്തപുരവും അത് എറണാകുളംകാർക്കാണ്, ഉരുൾപൊട്ടൽ അത് പത്തനംതിട്ട ഇടുക്കിക്കാർക്കാണ്, മാവേലിക്കരക്കാർക്ക് എന്താണുള്ളത് ആർക്കറിയാം, പുറകെ ഞാൻ പറഞ്ഞോളാം. എന്തായാലും ഓരോ ജില്ലയ്ക്ക് ഓരോന്നിങ്ങനെ കൊടുത്ത് നമ്മൾ വിടുകയാണ്. കോവിഡ് ഇപ്പോൾ 1168 ടൈപ്പിലാണ്. 13 സൈസ് സാധനങ്ങൾ കേരളത്തിലുണ്ട്. ഒരെണ്ണം കൂടെ വന്നാൽ 14 ജില്ലയ്ക്കും ഓരോന്ന് വേണമെങ്കിൽ തീരെഴുതി കൊടുക്കാം. ഏതായിരുന്നാലും ഈ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ചൊരു കാര്യം മനസ്സിലാക്കണം. എനിക്കൊരു ചുമ 1.5 മാസമായി. 6 മാസം ആ ചുമ കണ്ടിന്യൂ ചെയ്താൽ മാറാരോഗമായിട്ട് മാറും, യാതൊരു തർക്കവും വേണ്ട. വെറുതെ ഒരു തുമ്മൽ വന്നാൽ പോലും, തുമ്മലൊക്കെ രോഗമാണോ പ്രിയപ്പെട്ടവരെ? തുമ്മൽ രോഗമാണോ? അല്ല, ഒരു സുഖം പോലെ നമുക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും വലിയ രോഗം തുമ്മല. ഒരു 8-9 മാസം മുൻപ് കോട്ടയത്ത് KSRTC ബസ്സിൽ ഞാൻ നിൽക്കുമ്പം, കോവിഡിൻ്റെ അതിപ്രസരണമുള്ള സമയത്താണ്, KSRTC ബസ്സിൽ ഭയങ്കര തിരക്ക്. ഞാനിങ്ങനെ ബാഗ് പിടിച്ച് കയറാൻ മാർഗമില്ലാതെ മാസ്കൊക്കെ വെച്ച് നിൽക്കുകയാണ്. ഒരുത്തൻ മാസ്ക് ഊരിയിട്ട് ഒരൊറ്റ തുമ്മൽ, സകല ആളുകളും മാറിപ്പോയി. അവൻ കയറിപ്പോയി,
അവൻ കയറി ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പുറകെ തപ്പിപ്പിടിച്ച് കയറി ചെന്നപ്പോൾ ഇവനിങ്ങനെ ഈ കോവിഡിൻ്റെ തുമ്മലായിരിക്കത് ഞാൻ അങ്ങനെ നിന്നില്ല. അപ്പോൾ പറഞ്ഞു സാർ ഇരുന്നോളൂ. ഞാൻ പറഞ്ഞു തുമ്മിയല്ലോ, ചുമ്മാ തുമ്മിയതാ, കയറിപ്പോകാൻ വേറെ മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് സാറേ ചുമ്മാ തുമ്മിയതാണ്. കണ്ടോ? അപ്പോൾ തുമ്മലിനെ ഒരു സവിശേഷത കണ്ടോ നിങ്ങൾ? തുമ്മൽ അങ്ങോട്ട് ഭയങ്കര വ്യാപകമായിട്ട് വലിയ VIP രോഗം പോലെയാണ് ഇപ്പോൾ കൊണ്ടുവിടുന്നത്. സത്യമാണ്. ഇത് ശ്വാസകോശത്തിലേക്ക് ഇറങ്ങിയാൽ ബ്രോങ്കൈറ്റീസ് ആയിട്ട് മാറും. ഇത് ഞാൻ ഡോക്ടറൊന്നുമല്ല, നേഴ്സുമാർ പിള്ളേരോടും ഡോക്ടർമാരോടൊക്കെ ചോദിച്ചു പറയുന്ന കാര്യങ്ങളാട്ടോ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, ദൈവം കഴിഞ്ഞാൽ, അടിവരയിടുന്നു, ദൈവം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് മെഡിക്കൽ സയൻസ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു, ദൈവം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് തള്ളിയാലും കർത്താവ് സ്വീകരിച്ചാൽ നീ വിടുവിക്കപ്പെടും. പക്ഷെ കർത്താവിന് നോ പറയാനാണ് തോന്നുന്നെങ്കിൽ ആര് സ്വീകരിച്ചിട്ടും കാര്യമില്ല. ഡെഡ് ബോഡിയായി ആംബുലൻസിൽ സൈറൺ മുഴക്കി വീട്ടിലോട്ട് വരും. ഈ രാത്രി ഞാൻ ആദ്യത്തെ ദൂത് നിങ്ങൾ കൈമാറുകയാണ്. ഇവിടുത്തെ വൈദ്യശാസ്ത്രം പറയുന്ന രീതികൾ നിങ്ങൾ നോക്കുക. ഈ ജലദോഷം 4 ദിവസം അടുപ്പിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഒരു ചൂടുണ്ടാകും, പനിയായിട്ട് മാറും. ചിക്കൻ ബോക്സ് 15ാമത്തെ ദിവസമാണ് നമ്മുടെ ശരീരത്തിൽ വെളിപ്പെട്ട് വരുന്നത്. എയ്ഡ്സ് 15ാമത്തെ വർഷമാണ് ശരീരത്തിൽ വെളിപ്പെട്ട് വരുന്നത്. ക്യാൻസർ 3rd സ്റ്റേജ് മുതലാണ്. കൗണ്ട് ലക്ഷങ്ങളുടെ അപ്പുറത്ത് പോകുമ്പോൾ മാത്രമാണ് ക്യാൻസർ ആണെന്ന് മനസ്സിലാകുന്നത്. എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ പെട്ടെന്നൊരു തലവേദന കോലഞ്ചേരി മെഡിക്കൽ മിഷനിൽ കൊണ്ടുപോയി. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഒരാഴ്ചക്കകം ഈ അമ്മച്ചി മരിക്കും. യാതൊരു കുഴപ്പമില്ല. ഒരു ചെറിയ തലവേദന നോക്കിയപ്പോൾ തല മുഴുവൻ പഴുത്തിരിക്കുകയാണ്. അതറിഞ്ഞില്ല, ഫൈനൽ സ്റ്റേജാണ്. ഞാനിവിടെ വിശദീകരിക്കുന്ന കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. അപ്പോൾ നമ്മുടെ ഈ വൈറസുകൾ എവിടെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. 1 മജ്ജയ്ക്കുള്ളിലാണ് വന്നിരിക്കുന്നത്, 2 ബ്ലഡിനകത്താണ് വന്നിരിക്കുന്നത്, 3 എല്ലിനകത്ത് വന്നിരിക്കും. ആർത്രൈറ്റിസും ബോൺ ക്യാൻസറൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾ ഈ ജെറുസലേം ഗോസ്പൽ ടീമിൻ്റെ 8 സഹോദരങ്ങളുമായി പണ്ട് കുവൈറ്റിൽ ഞങ്ങൾ ഒരു മീറ്റിങ്ങിന് പോയി. കുവൈറ്റിൽ 36 മീറ്റിങ്ങിൽ സംസാരിച്ചു. ദുബായിലേക്കുള്ള യാത്രാമധ്യത്തിൽ പേരൂർക്കട ഷാജി എന്നോട് പറഞ്ഞോളാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അദ്ദേഹത്തെ തലയിൽ ഒരു പോളൻ പോലെ, നോക്കിയപ്പം ചിക്കൻ ബോക്സ് ആണ്. ദുബായിൽ ചെന്നിറങ്ങിയപ്പോൾ ഞങ്ങളൊരു വീട്ടിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്തേ നമ്മുടെ ഷാജി സെമി ക്ലാസിക് പാട്ടൊക്കെ പാടുന്നത്? സാമച്ചായും പറഞ്ഞു അദ്ദേഹത്തിന് ചിക്കൻ ബോക്സ് ആണ്. പെട്ടെന്ന് റിയ ബെന്നിച്ചാനും വിളിച്ചു ടിക്കറ്റ് ഒപ്പിച്ച് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. ഇനി ഞങ്ങൾക്കാർക്കും വരികയില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ ഊറി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഷാജിയെ നിങ്ങൾ കണ്ടിരുന്നു, നിങ്ങൾ ആരെങ്കിലും കൂടെ വിശ്രമിച്ചോ? ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ കിടന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഇരിക്കുന്ന 7 പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ചിക്കൻ ബോക്സ് ഉണ്ട്. ഇതിൻ്റെ വൈറസ് അകത്ത് വന്നാൽ 15 ദിവസം അനങ്ങാതെ ഇരിക്കും. ഇനി വരുമ്പം ഈ കണ്ണിൻ്റെ മണിയിൽ കൂടെ വരാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളം, പ്രാർത്ഥിച്ചോളം. വന്നാൽ പിന്നെ അടിച്ചു പോകും, വേറെ മാർഗ്ഗമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാം പിന്നെ ആകെപ്പാട് പരിഭ്രമിച്ചു. എല്ലാവരും തപ്പി നോക്കിക്കൊണ്ടിരിക്കുക. ഏതായാലും വന്നു കഴിഞ്ഞാൽ 15ാം ദിവസമേ പുറപ്പെട്ടു വരുള്ളൂ. പുറപ്പെട്ട് വന്നാൽ 15ാം ദിവസമേ മാറിപ്പോകുള്ളൂ. മലയാളികൾ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്ന 15ാമത്തെ ദിവസം ബാത്റൂമിൽ കുളിക്കുമ്പോൾ ആ വെന്റിലേറ്ററിൽ കൂടിയാണ് അതിൻ്റെ വൈറസ് അങ്ങനെ വീട്ടിലേക്ക് പോകുന്നതെന്നാണ് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഏതായാലും 15ാമത്തെ ദിവസം പേരൂർക്കടയിൽ ഷാജി കുളിച്ചു. ആ 15ാം ദിവസം അബുദാബിയിൽ എനിക്ക് പൊങ്ങി. ഞാൻ പിന്നെ അവിടെ ശ്രീലങ്കനും കരിക്കും കുടിച്ച് സുഖമായിട്ടിരുന്നു. നമ്മുടെ ആറന്മുള തമ്പിച്ചാൻ്റെ സഭയിൽ യോഗത്തിന് 2 ദിവസം പോയി പ്രസംഗിക്കുകയും ചെയ്തു. ഞാൻ പറയട്ടെ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിച്ചോളണം. 4 ദിവസം കഴിഞ്ഞ് പനി വരും എന്നുള്ള ഒരാൾ ഇതിനകത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പനി കാണില്ല, വൈറസ് നിൻ്റെ അകത്ത് കാണും. ഒരു 15 വർഷം കഴിഞ്ഞാണ് എയ്ഡ്സ് വരുന്നെങ്കിൽ അതിന് പിന്നെന്താണ്, മോശപ്പെട്ട ജീവൻ നയിക്കേണ്ട കാര്യമൊന്നുമില്ല. അടിയന്തരമായി നിയമസഭയിൽ പ്രമേയം നടത്തി അവരെ പഠിപ്പിക്കണമെന്ന കർശനമായ താക്കീത് നൽകിയത് നമ്മളാരും മറന്നു പോകാനിടയൊന്നുമില്ലല്ലോ. കേരളത്തിൻ്റെ സാംസ്കാരിക തിലകക്കുറി എന്ന് പറയുന്ന തൃശ്ശൂരാണ് HIV ബാധിതരായ ആളുകൾ ഏറ്റവും കൂടുതൽ എന്ന് പറയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പിടികിട്ടുമല്ലോ. അതുകൊണ്ട് ഒന്നുകൂടെ പറയുകയാണ്, ഈ ഇരിക്കുന്നവരിൽ എനിക്കോ നിങ്ങൾക്കോ അങ്ങനെ ഒരു വൈറസ് ഉണ്ടെങ്കിൽ ഇപ്പോഴറിയില്ല. ഇനി ഈ ഇരിക്കുന്ന എനിക്കോ നിങ്ങൾക്കെന്ന് ഞാൻ പറയുന്നില്ല, എനിക്കെന്ന് പറയാം. നിങ്ങൾ സ്വതന്ത്രമാകട്ടെ, സമാധാനത്തോടെ ഇരിക്കട്ടെ. ഒരു 2 വർഷം കഴിഞ്ഞ് ക്യാൻസർ രോഗം വരുമെന്ന് ഉണ്ടെങ്കിൽ ആ വൈറസ് ഇപ്പോൾ അകത്ത് കയറിയിട്ടുണ്ടാകും. അത് ബ്ലഡിനകത്തും എല്ലിനകത്തും മജ്ജയ്ക്കകത്തും ഒക്കെ ഇങ്ങനെ ഇരിപ്പുണ്ടാകും. അതാരും തിരിച്ചറിയാൻ പറ്റത്തില്ല. കാലങ്ങൾ കഴിയുമ്പോഴാണ് തിരിച്ചു വരികയുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ മെഡിക്കൽ സയൻസ് നൽകുന്ന മുന്നറിയിപ്പിനെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ വചനം നൽകുന്ന വിടുതലിനെ ഞാൻ മുന്നറിയിപ്പായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനത്തിലെ വാക്യത്തിലേക്ക് ഞാൻ വരികയാണ്, വായിക്കേണ്ട. ദൈവത്തിന്റെ വചനം ജീവനും, ബാക്കി പറഞ്ഞു ചൈതന്യമുള്ളതും ഇരുവാഴ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും, ബാക്കി പറഞ്ഞ് ആത്മാവിനെ പ്രാണനെ, ഒരു വാക്കുകൂടി എനിക്ക് കിട്ടണം,
സന്ധി മജ്ജകളെ വേർപിടിവിക്കും വരെ തുളച്ച് ചെല്ലുന്നതും. അവിടെ മറ്റു പല വ്യാഖ്യാനങ്ങൾ ദൈവശാസ്ത്രത്തിൽ ഉണ്ടെങ്കിലും ഞാൻ ഇന്ന് രാത്രി വിശ്വാസത്തോടെ എൻ്റെ കർത്താവിനോട് ഞാൻ പറയുകയാണ്, കർത്താവേ, എനിക്ക് ഈ ഇരിക്കുന്ന ആളുകൾക്ക് 4 ദിവസം കഴിഞ്ഞ് വെളിപ്പെടുവാനുള്ള പനിയുടെ വൈറസ് അകത്തിരിക്കുന്നുണ്ടെങ്കിൽ, 15 വർഷം കഴിഞ്ഞ് വെളിപ്പെടുവാനുള്ള HIV ബാധ ഇതിനകത്തിരിക്കുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് നീ ഒരു ക്യാൻസർ രോഗിയാകുമെന്ന് വെല്ലുവിളിക്കുന്ന വൈറസ് നിന്റെ എല്ലിനകത്തിരിക്കുന്നുണ്ടെങ്കിൽ, ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഒരു ആർത്രൈറ്റിസ് രോഗം വന്ന് നടക്കാൻ പറ്റാത്തവനായി നീ മാറുമെങ്കിൽ, നിന്നെ തളർത്തിക്കിടത്തി ഒരു വശം തളർന്നു കിടന്ന് നിന്നെ ആരോഗ്യമില്ലാത്തവനായി വർഷങ്ങൾ വാട്ടർ ബെഡിനകത്ത് തിരിച്ചും മറിച്ചും കിടത്തി ഒരു നരക ജീവിതം നയിക്കാനുള്ള വൈറസ് നിന്റെ ശരീരത്തിനകത്തുണ്ടെങ്കിൽ, ഇന്ന് രാത്രി വിശ്വാസത്തെ ഞാൻ പറയാൻ പോവുകയാണ്, ദൈവത്തിന്റെ വചനം ഇവിടെ വ്യാപരിക്കുന്ന സമയത്ത്, ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന സമയത്ത് പോരാ, ഇങ്ങനെ പോരാ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് ദൈവമക്കളെ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. പ്രസംഗം തീരുകയല്ലെന്ന് എഴുന്നേറ്റ്. ഞാൻ പറയാൻ പോകുന്ന കാര്യം 1 മിനിറ്റ് മുന്നോട്ട് പോക്കോട്ടെ, യാതൊരു കുഴപ്പവുമില്ലെന്ന്. അറിയാമോ, കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് 3,65,000 രൂപയാണ് ഞങ്ങൾ ദൈവദാസന്മാർക്ക് മരുന്ന് മേടിക്കാൻ കൊടുത്തത്. ഞാൻ പറഞ്ഞു, ഇനിയും നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ രോഗിയാകണമെന്ന് മറ്റു പലരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ രോഗത്തോട് ദൈവത്തെ സ്തുതിക്കണമെന്നാ ദൈവം ആഗ്രഹിക്കുന്നത്. ഒന്ന് കൈയടിക്കാൻ പോവുകയാ. 4 ലക്ഷത്തിന്റെ ബില്ല് മാറിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആധാരം പണയം വെച്ച് നിങ്ങളുടെ കുടുംബം കുളം തോണ്ടുന്ന 2 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് നിന്നെ കട്ടിലിൽ തളർത്തി കിടത്തുമെന്ന് വെല്ലുവിളിക്കുന്ന, നിനക്ക് വേണ്ടി ചികിത്സാ സഹായത്തിന്റെ ബോർഡ് പതിക്കുന്ന, അടിയന്തരമായ ചികിത്സാ സഹായം അഭ്യർത്ഥിക്ക് വേണ്ടിയിരുന്ന ആ വഴികൾ വരാതിരിക്കുവാൻ അവന്റെ അടിപ്പിണരുകളാൽ ഇന്ന് രാത്രി നമുക്ക് സൗഖ്യമുണ്ടാകുമെങ്കിൽ, 2.5 വർഷം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് നിന്നെ കിടത്തുമെന്ന് വെല്ലുവിളിക്കുന്ന രോഗത്തിന്റെ വൈറസിനെ ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു മിനിറ്റ് അങ്ങ് ആരാധിച്ചേ. നാളെ ആര് രോഗിയാകുമെന്ന് പറയാനൊക്കത്തില്ലെന്ന്. ഇന്ന് രാത്രിയിൽ ദൈവമക്കളുടെ അവകാശമാണ് രോഗസൗഖ്യം. പിതാക്കന്മാർ പഠിപ്പിച്ച അടിസ്ഥാന ഉപദേശമാണത്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന് അവൻ അരുളി ചെയ്യുന്നു. മാറിപ്പോകട്ടെ. സ്തോത്രക്കാഴ്ച കിട്ടുന്ന പണം ആശുപത്രിയിൽ ബില്ലടയ്ക്കാൻ ഇടയായി തീരരുത്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തത്തിന് ഇന്ന് രാത്രിയിൽ കരമടിച്ചാരാധിക്കുന്ന നിന്റെ ബ്ലഡിനകത്തുള്ള, എല്ലിനകത്തുള്ള, മജ്ജയ്ക്കകത്തുള്ള രോഗത്തിന്റെ വൈറസിനെ പുറത്താക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാര ശക്തി. ആ കരമൊന്നുയർത്തി ഉറക്കൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ പ്രിയപ്പെട്ടവരെ. രോഗത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി യേശു അഴിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. മാറാ രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, നിന്റെ കുടുംബത്തെ കുളം തോണ്ടുമെന്ന് വെല്ലുവിളിക്കുന്ന സകല വൈറസുകൾ ഇന്ന് രാത്രി അഴിഞ്ഞിരിക്കുന്നതിനായി ഒരിക്കൽ കൂടെ കരമുയർത്തി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാ. വിശ്വാസത്തോടെ ഇരുന്നാട്ടെ പ്രിയപ്പെട്ടവരെ. സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മെ സൗഖ്യമാക്കുന്നവനായ ദൈവമാണ്. മെഡിക്കൽ സയൻസ് നൽകിയ മുന്നറിയിപ്പ് നമ്മൾ അവഗണിച്ചു. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ കാര്യം എന്താണ്? ചരിത്രം നമുക്ക് മുന്നറിയിപ്പ് നൽകി. എന്താണ് ഈ ചരിത്രം? നമ്മളൊക്കെ വായനാശീലമുള്ള ആളുകളാണ്, വിവരമുള്ളവരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, വിജ്ഞാനികളാണ്, യാതൊരു തർക്കവുമില്ല. നിങ്ങൾ പഠിച്ചു നോക്കിക്കേ, ഈ കോവിഡ് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് എന്തുകൊണ്ട് വരാതിരിക്കണം, എന്തുകൊണ്ട് വരാതിരിക്കണം. കാരണം ഒരു 100 കൊല്ലം കഴിയുമ്പം, ലളിതമായി പറയുകയാണ്, 100 കൊല്ലം കഴിയുമ്പം ലോകത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും. അത് നൂറ്റാണ്ടിൻ്റെ ദുരന്തം എന്ന പേരിലാണ് ആളുകൾ അറിയപ്പെടുന്നത്. 100 കൊല്ലം കഴിയുമ്പോൾ ഒരു വൈറസ് ആയിരിക്കും,
ഒരു എട്ടുകാലിയായിരിക്കും, ഒരു ദിനോസറായിരിക്കും, ഒരു പ്രകൃതി ദുരന്തമായിരിക്കും, ഒരു ഭൂകമ്പമായിരിക്കും, ഒരു പ്രളയമായിരിക്കും, എന്തെങ്കിലും ലോകത്തിലുണ്ടാവും. അങ്ങനെ കോടിക്കണക്കിന് ആളുകൾ മരിച്ചു പോവുകയും ചെയ്യും. ഇത് 100 കൊല്ലം കൂടുമ്പോൾ ഉണ്ടാവും. 14-ാം നൂറ്റാണ്ടിൽ വന്ന സാധനമാണ് ബ്ലാക്ക് ഡെത്ത്, മലയാളത്തിൽ കരി മരണം എന്ന് പറയും. 4 കോടി ആളുകളാണ് മരിച്ചത്. നമ്മുടെ വൈറസ് വന്നിട്ട് 4 കോടി ആളുകളൊന്നും മരിച്ചിട്ടില്ല. ഇത് കോവിഡ് വന്നിട്ട് കോടിയിലേക്കൊക്കെ എത്തിയിട്ടുള്ളൂ. ലക്ഷക്കണക്കിന് ആളുകൾ വൈറസ് ബാധിതരായി മാറിയിട്ടുണ്ട്. പക്ഷേ ബ്ലാക്ക് ഡെത്ത് ലോക പ്രശസ്തമാകാതിരുന്നത് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും അത് പടർന്ന് പിടിച്ചില്ല. അതുകൊണ്ടാണ് ബ്ലാക്ക് ഡെത്ത് പോലത്തെ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. വസൂരി, പണ്ടത്തെ ആളുകൾക്കറിയാം വസൂരി വന്ന ആളുകളെ ഇടുന്ന പുരയ്ക്ക് പറയുന്ന പേരാണ് പണ്ടാരപ്പുര എന്ന് പറയുന്നത്. അതിനകത്ത് ആളുകൾക്ക് വേറെ ആർക്കും ചെല്ലാൻ പറ്റില്ല. മരിച്ചു കഴിഞ്ഞാൽ ഒരു പായക്കകത്ത് കയറ് കെട്ടി പുറത്തോട്ട് വലിച്ചെറിയുക ചെയ്യുന്നത്. ആ കയറിൽ പിടിച്ച് വലിച്ചാണ് കൊണ്ടുപോയി ക്രിസ്ത്യാനിയാണേലും ഹിന്ദു ആണേലും ചിതയൊരുക്കി കത്തിച്ച് കളയുക ചെയ്യുന്നത്. അതിനൊക്കെ പ്രത്യേക പദപ്രയോഗങ്ങളുണ്ട്. നമ്മുടെ പിള്ളേർക്ക് അറിയത്തില്ലെങ്കിൽ നമ്മളിൽ കുറച്ച് പേർക്കൊക്കെ അതിൻ്റെ തിക്താനുഭവങ്ങൾ പണ്ട് കാലങ്ങളിൽ വസൂരിയൊക്കെ വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുമെങ്കിലും ചെയ്യാം. അപ്പോൾ ആ കാലഘട്ടമല്ലേ ഇപ്പോൾ. കോവിഡ് വന്നിട്ട് അടക്കാൻ എത്ര പേരുണ്ട്? 5 പേര് 10 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ വസൂരിയുടെ കാലഘട്ടമാണത്. അപ്പോൾ 14-ാം നൂറ്റാണ്ടിൽ വന്ന ബ്ലാക്ക് ഡെത്ത് 15, 16, 17 നൂറ്റാണ്ടുകളിലാണ് വിപ്ലവങ്ങൾ ലോകത്തിലുണ്ടായത്. 18-ാം നൂറ്റാണ്ടിലാണ് അൾജീരിയയിലെ ഒറാൻ സിറ്റിയെ തച്ചു തകർത്ത പ്ലേഗ് രംഗപ്രവേശനം ചെയ്തത്. 19-ാമത്തെ നൂറ്റാണ്ടിലാണ് ഇവിടെ 1-ാം ലോക മഹായുദ്ധം 1912 ആരംഭിച്ചു. 1918 11-ാമത്തെ മാസം 11-ാം തീയതി 11 മണിക്ക് യുദ്ധപരിസമാപ്തിയിൽ ഒപ്പുവെക്കപ്പെട്ട 1-ാം ലോക മഹായുദ്ധവും കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്തുണ്ടായ 2-ാം ലോക മഹായുദ്ധം. അപ്പോൾ നോക്കിക്കേ, ഓരോ നൂറ്റാണ്ടിലും ഓരോ സംഭവം ഉണ്ടാകുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിലാണ് ജലപ്രളയം, അല്ലേ? ജലപ്രളയം. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, മക്കളെ 1912 വെള്ളപ്പൊക്കം. 1912 ഞാനെങ്ങും 1912 വെള്ളപ്പൊക്കം കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞു മനസ്സിൽ തോന്നി, എങ്ങനെ ഇരിക്കും ഈ വെള്ളപ്പൊക്കം? കാണാൻ ഒരു മോഹം, അപകടകരമായൊരു മോഹമാണത്. പക്ഷേ എങ്ങനെ ഇരിക്കും എന്നറിയാനുള്ള ഒരു ചിന്ത. എൻ്റെ പൊന്നെ, ചിന്തിച്ച് തീരും മുൻപ് കഴിഞ്ഞ 2 വെള്ളപ്പൊക്കം നമ്മൾ കണ്ടു. 2 വെള്ളപ്പൊക്കം. ഈ വെള്ളപ്പൊക്കം ഞാൻ ചൊല്ലി, ഓരോ നൂറ്റാണ്ടിലും ഓരോ സംഭവങ്ങൾ വന്നപ്പോൾ നമ്മൾ എന്തെങ്കിലും പഠിച്ചോ? അതാണ് ഈ ചോദിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കിയോ? നമുക്കെന്തെങ്കിലും മാനസാന്തരം ഉണ്ടായോ? നമുക്കെന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടായോ? അതാണ് നമ്മുടെ പ്രശ്നം. ഓരോന്നും മുന്നറിയിപ്പുകൾ നൽകുന്ന നമ്മൾ ക്രമീകരിക്കപ്പെടാനല്ലേ. ഇന്തോനേഷ്യയുടെ സമീപത്തുള്ള സുമാത്ര ദ്വീപിൽ നിന്ന് 2461 കിലോമീറ്റർ ദൂരത്തേക്ക് ഒരു സൂപ്പർ സോണിക് വിമാനത്തിൻ്റെ വേഗതയിൽ സമുദ്ര നിരപ്പിൽ നിന്ന് 30 അടി ഉയരത്തിൽ ജാപ്പനീസ് ഭാഷയിൽ വിളിക്കുന്ന സുനാമി വെള്ളിത്തിരമാല, രാക്ഷസ തിരമാല വന്നു. നമ്മൾ വല്ലതും പഠിച്ചോ? സുനാമി വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പം ഞാൻ ചാലക്കുടി താമസിക്കുക. ഒരു പത്രക്കാരൻ പത്രം എറിഞ്ഞിട്ട് കൊടുത്ത് ചായക്കടക്കാരന് പറയും, ചേട്ടാ ഒരു സുനാമി ഇങ്ങ് എടുത്തോളാൻ. ഞാൻ പറഞ്ഞു, സുനാമിയോ? അതെന്തൊട്ട് സാധനമാണ്? അപ്പോൾ പറഞ്ഞു, സുലൈമാനി എന്നാണ് കട്ടൻ ചായക്ക് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്. സുനാമിക്ക് ശേഷം ഞങ്ങളതിന് സുനാമി എന്ന് പേരാക്കി. ഇത്രയേ ഉള്ളൂ മലയാളി. ഡാം പൊട്ടാൻ പോകാന്ന് പറഞ്ഞാൽ കിഴക്കോട്ട് യേശുവേ നന്ദി, യേശുവേ സ്തോത്രം എന്ന് പറയും. അത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. നമുക്ക് അന്നേരം ഉണ്ടാകുന്ന ഒരു വികാരഭരിതമായ പ്രാർത്ഥനയും കാര്യങ്ങളുമല്ലാതെ അടിസ്ഥാനപരമായി നമുക്ക് ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. എത്രയോ ചെറുപ്പക്കാരുടെ ബൈക്കിൻ്റെ പുറത്ത് സൈലൻസറിൽ സുനാമി എന്ന് എഴുതി വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് പിന്നെ അർത്ഥമുണ്ട്, കാരണം ഏറെ തെക്കോട്ട് പോകില്ല, ഏതെങ്കിലും സർവക്കല്ല് ഇടിച്ച് തീരാനുള്ളതാണെന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കുക, ഇപ്പം നമ്മൾ വെള്ളപ്പൊക്കം വന്നിട്ട് എന്തെങ്കിലും പഠിച്ചോ? എന്നാ പഠിക്കാനാ? എന്ത് പഠിക്കാനാണ് നമ്മൾ വെള്ളപ്പൊക്കം വന്നിട്ട്? ഈ വെള്ളപ്പൊക്കം എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഓരോ ജില്ലയ്ക്കും ഓരോ പ്രത്യേകതയല്ല. നമ്മളിങ്ങനെ ഓരോ ജില്ലയ്ക്കും ഓരോ പ്രത്യേകത ജീവിക്കുള്ളൂ. തിരുവനന്തപുരം എംപ്ലോയീസിൻ്റെ നാടാണ്, കൊല്ലം കശുവണ്ടി ഫാക്ടറികൾ, ആലപ്പുഴ വിപ്ലവത്തിൻ്റെ വിത്ത് വീണ മണ്ണ്, കോട്ടയം അക്ഷരത്തിൻ്റെ തിരുമുറ്റം, എറണാകുളം കൗന്നു വീണാൽ കാപ്പണം, പാലക്കാട് കേരളത്തിൻ്റെ നെല്ലറ, തൃശ്ശൂർ സാംസ്കാരിക തിലകക്കുറി, കോഴിക്കോട് ബേക്കറികളുടെ നാട്, മലപ്പുറം ഫുട്ബോൾ, കണ്ണൂർ സ്പോർട്സ്, കാസർഗോഡ് ഗൾഫുകാരുടെ നാട്, വയനാടും ഇടുക്കിയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നിറക്കൂട്ടുകൾ ചേർത്ത് പുൽക്കൊടി തുമ്പിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മഞ്ഞുകണങ്ങൾ കൂട്ടിമുട്ടി പുഴയായി കൈവഴിയായി വരുന്ന ദൃശ്യ വിസ്മയ വിരുന്നൊരുക്കുന്ന വർണ്ണാഭമായ കാഴ്ച, സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നിറക്കൂട്ട്. പത്തനംതിട്ട വിട്ടുപോയില്ലേ? അല്ല,
മനഃപൂർവ്വമാണ്. പത്തനംതിട്ടയാണ് ആത്മീകത്തിൻ്റെ അടിത്തറ. അവിടെയാണ് ചെറുകോൽപ്പുഴ കൺവെൻഷൻ, അവിടെയാണ് മാരാമൻ കൺവെൻഷൻ, അവിടെയാണ് തിരുവല്ല മുതൽ കോഴഞ്ചേരി വരെ യാത്ര ചെയ്താൽ കാണുന്ന മുഴുവൻ കെട്ടിടങ്ങളും പെന്തിക്കോസുകാരുടെ ഹെഡ് ക്വാർട്ടേഴ്സുകളാണ്. പക്ഷേ ദുരന്തഭൂമി നിങ്ങൾക്കറിയാമോ? നമ്മുടെ ബഹുമാനപ്പെട്ട AK ആൻ്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുടുംബ വഴക്കുകളുണ്ടായ ഡിസ്ട്രിക്ട് പത്തനംതിട്ട ജില്ലയാണ്. അവിടെയാണ് കുടുംബ കോടതി സ്ഥാപിച്ചത്. മഹാഭാരതത്തിൻ്റെ കുറവല്ല ഇവിടെ, രാമായണം വായിക്കുന്നതിൻ്റെ കുറവല്ല, ഭാഗവത സത്തായജ്ഞം പൂർത്തിയാക്കാത്തതിൻ്റെ കുറവല്ല, കൺവെൻഷൻ നടത്താത്തതിൻ്റെ കുറവല്ല. ദൈവമില്ലാത്തതല്ല ഇവിടുത്തെ പ്രശ്നം, ദൈവ ഭയമില്ലാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ ഏറ്റവും നടക്കുന്ന ഏറ്റവും മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന ഭാഗ്യവാൻ. നമ്മുടെ പ്രശ്നം ദൈവഭയമില്ല. കോവിഡ് വന്നപ്പോൾ നമ്മളെല്ലാം പഠിച്ചോ? എന്ത് പഠിക്കാൻ? ഈ ജലപ്രളയം നമ്മളെല്ലാം പഠിച്ചു. ഞാൻ ജലപ്രളയത്തെക്കുറിച്ച് ഒന്നുകൊണ്ട് ഫലിതരൂപേണത്തിൽ ചില കാര്യങ്ങൾ പറയാറുണ്ട്. ജലപ്രളയത്തിൻ്റെ ഒന്നാമത്തെ ഒരു തമാശ ഞാൻ പറയുന്നത്, ഞങ്ങളുടെ നാട്ടിലെ അപ്പച്ചൻ എന്നോട് പറഞ്ഞിരുന്നു, പാസ്റ്ററെ പാസ്റ്റർ ഞങ്ങളുടെ അടുത്തൊക്കെ താമസിച്ച് ഇത്ര പ്രശസ്തനായ ആളെന്ന് അറിഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലല്ലോ. എല്ലാ പിള്ളേരും പറഞ്ഞു, പാസ്റ്റർ യൂട്യൂബിലൊക്കെ തകർത്ത് പ്രസംഗിക്കുന്ന ആളാണ്. ഇന്നലെ ഞാൻ 2-3 പ്രസംഗം കേട്ടോ, തകർത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഞങ്ങളുടെ അടുത്ത് വന്ന് താമസിക്കുന്നു പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിൽ എപ്പോഴും കയറി വരാനും പെന്തിക്കോസിലേക്ക് വിളിക്കാനും വന്നേക്കരുത്. അതൊക്കെ എല്ലാവരും പറഞ്ഞ് കേട്ടു. പക്ഷെ അടുത്ത കാര്യം കേട്ടോളൂ, പാസ്റ്റർ ചത്താൽ പോലും എന്ന് പറഞ്ഞാൽ എനിക്ക് 52 വയസ്സ്, അന്ന് പുള്ളിക്ക് 82 വയസ്സ്. പുള്ളി പറയാ ഞാൻ ചത്താലെന്ന്. എന്നാലും കിടക്കട്ടെ, രാശിയല്ലേ. ഞാൻ ചത്താൽ പോലും, പാസ്റ്റർ ചത്താൽ പോലും പാസ്റ്ററിൻ്റെ സഭാഹാളിൽ ആ ഡെഡ് ബോഡി വന്ന് ഞാൻ കാണില്ല. കാരണം പെന്തിക്കോസുകാരുടെ ഹോളിൽ ഞാൻ കാലുകുത്തില്ല. ഇങ്ങനെയൊക്കെ കഠിനമായിട്ട് പറയാൻ പാടുണ്ടോ? ഞാനൊന്നും പറഞ്ഞില്ല. 82 വയസ്സ് എൻ്റെ ആഗ്രഹമല്ലേ, ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അത് കഴിഞ്ഞ് 17-ാം ദിവസമാണ് ജലപ്രളയം വന്നത് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഭാഗത്തുള്ള കൊരട്ടിയിലെ അമലോഹമാത പള്ളി തുറന്നു കൊടുത്തു. 4 IPCയിലെ പാസ്റ്റർമാർ അതിനകത്തുണ്ടായിരുന്നു. ഇപ്പോൾ IPCയിലെ പാസ്റ്ററായിട്ട് ഞാൻ കത്തോലിക്ക പള്ളി കയറില്ല എന്ന് പറയാൻ പറ്റുമോ? ജലപ്രളയം വന്നാൽ കയറിയല്ലേ പറ്റുള്ളൂ. SNDP ഹോൾ തുറന്നു കൊടുത്തു, മസ്ജിദ് തുറന്നു കൊടുത്തു, AG ചർച്ച് വരെ ഞങ്ങളുടെ ഹോളുകൾ തുറന്നു കൊടുത്തു. അപ്പം ഞാനും എൻ്റെ മൂത്ത വരുമാനമൊക്കെ കൂടെ കുറച്ച് സാമൂഹിക പ്രവർത്തനം, നമ്മുടെ PIP-കാർ എന്നാലും കുറച്ച് തുണിയും ചെരുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ ക്യാമ്പുകൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സഭാഹാളിൽ ചെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങളാരും പേടിക്കണ്ട, അപ്പച്ചന്മാരെ അമ്മച്ചന്മാരെ പേടിക്കണ്ട. എൻ്റെ 2 അപ്പച്ചന്മാർക്ക് മക്കളെ കാണാനില്ല. ഞാൻ പറഞ്ഞു, ഈ ജലപ്രളയത്താൽ ഭൂമി നശിപ്പിക്കുകയില്ല, നിങ്ങൾ ഭയപ്പെടണ്ട. ഈ ഭൂമി ഇനി പിന്നെ തീക്ക് വേണ്ടിയിട്ടാണ് ഇത് അവസാനമല്ല. തീ കൊണ്ട് എങ്ങനെയാണ് ഭൂമിയെ നശിപ്പിക്കുന്നത് ഞാൻ നാളെ പറയാം. ഇന്ന് നിങ്ങൾ കഞ്ഞിയും കുടിച്ച് ഇവിടെ ഇരിക്കുക. അപ്പോൾ ഒരു അപ്പച്ചൻ പറയാം, ഞങ്ങൾ എവിടെ പോകാനാ പാസ്റ്റേ? അത് ബാക്കിയൂടെ പറഞ്ഞേച്ചു പോവാൻ. അപ്പോൾ ഒരു പരിചയമുള്ള ശബ്ദം പോലെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം അങ്ങേരാണ്. ഏതങ്ങേര്? പാസ്റ്റർ മരിച്ച് ആ ഡെഡ് ബോഡി പെന്തിക്കോസ് ഹോളിലാണ് വെക്കുന്നെങ്കിൽ ഞാൻ അതിനകത്ത് കാലുകുത്തുകയില്ല എന്ന് പറഞ്ഞ അപ്പച്ചൻ പെന്തിക്കോസ് ഹോളിനകത്ത് കയറിയിരുന്ന് കഞ്ഞിയും പയറും കുടിച്ച് വചനവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാനങ്ങോട്ട് പറയട്ടെ, പുച്ഛിക്കുന്നതിനെ ചുംബിപ്പിക്കുന്നവനാണ് ദൈവം. പുറം കാലുകൊണ്ട് നീ എന്തിനെയാണോ തട്ടിക്കളയുന്നത് അതിനെ കരങ്ങൾ കൊണ്ട് കെട്ടിപ്പിടിപ്പിക്കുന്നവനാണ് ദൈവം. അധരങ്ങൾ കൊണ്ട് വേണ്ട വേണ്ട എന്ന് നീ ആവർത്തിച്ചു പറഞ്ഞാൽ ഇതേ അധരങ്ങൾ കൊണ്ട് ഇതിനെ ആലിംഗനം ചെയ്യുന്നൊരു കാലം നിന്റെ ജീവിതത്തിൽ വരും. ഈ പാസ്റ്റർ എൻ്റെ വീടിൻ്റെ പടി ചവിട്ടണ്ട എന്ന് നീ പറഞ്ഞു നോക്ക്. അങ്ങേരെ വിളിച്ചുകൊണ്ട് വാ പ്രാർത്ഥിക്കാൻ എന്ന് പറയുന്ന കാലം നിന്റെ ജീവിതത്തിൽ വരും. ഈ വേദപുസ്തകത്തിന്റെ പേജുകൾ വലിച്ചു കീറി കടല പൊതിയാൻ കൊടുത്താൽ നിന്റെ കീറിപ്പറഞ്ഞ നെഞ്ചത്തെ ഈ പുസ്തകം വെച്ച് അന്ത്യശ്വാസം വലിക്കുന്ന കാലം വരും. അംഗീകരിക്കുന്നവരാ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന്. പുച്ഛിക്കുന്നതിനെ, നീ വിലമതിക്കാത്തതിനെ നിന്നെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നവനാണ് ദൈവം. ഈ വെള്ളപ്പൊക്കത്തിന്റെ സമയത്താണ് ഒരു ആന്റി പറഞ്ഞത്, എൻ്റെ വീട്ടിലേക്ക് ഒരു ലംബോർഗിനി മേടിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ റോഡ് വളരെ മോശമായതുകൊണ്ട് ലംബോർഗിനി മേടിക്കാൻ നിർവാഹമില്ല. ആ ആന്റിയെ കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം നമ്മളൊക്കെ അങ്ങനെ ഒരുമാതിരി ജീവിക്കുന്നത് കൊണ്ട് ഒരു മാരുതിക്കാരൊക്കെ മതിയല്ലോ. അവർക്ക് ഇഷ്ടം പോലെ കാശുള്ളതുകൊണ്ട് ലംബോർഗിനിയൊക്കെ മേടിക്കാം. പക്ഷേ പറഞ്ഞ കാര്യം ഇതാണ്, വീട്ടിലേക്ക് വരാൻ വഴിയില്ല, അതുകൊണ്ട് ലംബോർഗിനി മേടിക്കാൻ നിർവാഹമില്ല. അപ്പോഴാണ് ഈ വെള്ളപ്പൊക്കം വന്നത്. വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോൾ ആ ആൻറ്റി കയറിപ്പോയ വണ്ടി നിങ്ങൾ കണ്ടായിരുന്നോ? ഒരു ചെമ്പോർഗനിക്കകത്താണ് കയറിപ്പോയത്, ചെരുവത്തിനകത്ത്. മനസ്സിലായോ? അത് ആ ആൻറ്റി ഒരു രസകരമായിട്ട് എൻജോയ് ചെയ്ത് കയറിപ്പോയതാണ് കേട്ടോ. അപ്പം എന്ത് മനസ്സിലായി? ഈ ലംബോർഗിനി, ഞാൻ ലംബോർഗിനി എന്ന് പറഞ്ഞ വണ്ടി എന്താണെന്ന് അറിയാൻ വേണ്ടി വൈറ്റില ജംഗ്ഷനിൽ ചെന്നൊക്കെ പിന്നെ നോക്കി. ബ്രൂണൈ സുൽത്താൻ്റെ വീട്ടുമുറ്റത്താണ് 18 മുതൽ 22 വരെ ലംബോർഗിനിയൊക്കെ കിടക്കുന്നത്. അതൊക്കെ കണ്ട് പോട്ടെ. അപ്പം എന്തായാലും ലംബോർഗിനി മേടിക്കാൻ ആഗ്രഹിച്ചു ചേച്ചി ചെരുവത്തിനകത്താണ് കയറിപ്പോയത്.
ബാക്കി കേൾക്കണോ നിങ്ങൾക്ക്? ഒരു ചെരുവം മേടിക്കാൻ കാശില്ലാത്തൊരു ചേച്ചി ഒരു ഹെലികോപ്റ്ററിനകത്താണ് കയറിപ്പോയത്. അതുപോലെ മനസ്സിലായോ? റബ്ബറിന്റെ സീൽക്കാരുടെ ശബ്ദം കേൾക്കുന്നു. ചേച്ചി ടി വി തുറന്നപ്പോൾ സഖാവ് പിണറായി വിജയൻ പറയുന്നു, ഹെലികോപ്റ്ററുകൾ താഴ്ന്നു പറക്കുകയാണ്. യുദ്ധമല്ല മക്കളെ, വെള്ളപ്പൊക്കമുണ്ടോ, ആർക്കെങ്കിലും വല്ല പൊതിച്ചോറ് വേണോ എന്ന് അന്വേഷിക്കണതാണ്. എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഭാരപ്പെടുകയൊന്നും വേണ്ട, നിങ്ങളിങ്ങനെ അഭിവാദ്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ചേച്ചിക്ക് ഒരു ആഗ്രഹം, ഹെലികോപ്റ്റർ ഇത്ര താണു പറക്കുകയല്ലേ, മുറ്റത്തോട്ട് ഇറങ്ങി ഇങ്ങനെ രണ്ട് വീണ്ടും അഭിവാദ്യം ചെയ്തു. അവർ കണ്ടില്ല. എന്നാൽ പിന്നെ കാണാൻ പാകത്തിനൊരു അഭിവാദ്യം കൊടുത്തേക്കാമെന്ന് കരുതി പടിഞ്ഞാറ് വശത്തിരുന്ന കോണി കുത്തിച്ചാരി 650 സ്ക്വയർ ഫീറ്റുള്ള വീടിൻ്റെ മേളിലോട്ട് കയറി ഇങ്ങനെ അഭിവാദ്യം കൊടുത്താണ്. അങ്ങാട് പോയ ഹെലികോപ്റ്റർ ഇങ്ങാട് വന്നു. യാക്കോബിന്റെ അടുത്തൊരു കോവണി ഇറങ്ങി വന്ന പോലെ ഒരു കോവണി ഇറങ്ങി വന്നു. ചേച്ചി പറഞ്ഞു ഞാൻ വന്നില്ല. പലവട്ടം പറഞ്ഞു നോക്കി, അവരും പറഞ്ഞു. പക്ഷെ ചേച്ചി മലയാളത്തിലും അവർ ഹിന്ദിയിലും ആയതുകൊണ്ട് യാതൊരു പിടുത്തവും കിട്ടിയില്ല. തവളയെ പിടിച്ച് ചാക്കിനകത്ത് ഒരു കച്ചവടക്കാർ ഇട്ടുകൊണ്ട് കൊണ്ടുപോകുന്ന പോലെ ചേച്ചിയെ പിടിച്ച് ഹെലികോപ്റ്ററിൽ നേരെ ട്രിവാൻഡ്രത്തിന് വെച്ച് പിടിച്ചു. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ലംബോർഗിനി മേടിക്കാൻ ആഗ്രഹിച്ച ചേച്ചി ചെരുവത്തിനകത്ത് പോയി, ചെരുവം മേടിക്കാൻ കാശില്ലാത്ത ചേച്ചി ഹെലികോപ്റ്ററിനകത്ത് പോയി. ഇതിന് നമുക്കെന്താ മനസ്സിലാക്കാൻ കഴിയേണ്ടത്? അധികം പൊങ്ങച്ചൊന്നും കാണിക്കരുത്, അധികം അഹങ്കാരമൊന്നും കാണിക്കരുത്. മലയാള കവിയുടെ പഴയ വാചകം പറയാം, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. ആള് പറഞ്ഞു എറണാകുളം, തിരുവനന്തപുരം, ഞങ്ങളൊക്കെ എറണാകുളം ജില്ലക്കാരാണ്, അവിടെയൊക്കെ വെള്ളപ്പൊക്കം വരുന്നു പറഞ്ഞു. ഒന്നും ഉണ്ടായില്ല. കളമശ്ശേരിക്ക് അപ്പുറത്തോട്ട് വെള്ളം വന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് വെള്ളപ്പൊക്കം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ കുറെ ഇവിടെ സ്റ്റേറ്റുകളൊക്കെ ഉണ്ട്, പത്തനംതിട്ട, ഇടുക്കി. പക്ഷെ എന്താ സംഭവിച്ചതിന് റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലോ, 2 ബസ്സിന്റെ മേളിലാണ് വെള്ളം വന്നത്. ഒന്നാമത് അവിടെ താഴെയാണ് കടയൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു സ്ഥലവും സുരക്ഷിതത്വ മേഖലകൾ അല്ലെന്ന് വയനാടിന്റെ 9 ഹെയർപ്പിന് വളവ് കയറി വെള്ളം ചെന്നാരും വിചാരിച്ചോ? കവനി കരകവിഞ്ഞൊഴുകി തിരിച്ചു വന്നില്ലേ? ഈ രാത്രി ഞങ്ങൾ പറയാം ഒരു കാര്യം, ഈ ലോകത്തിൽ ഒരു സ്ഥലവും സുരക്ഷിത മേഖലയല്ല പ്രിയപ്പെട്ടവരെ. 196-ൽ പരം രാജ്യങ്ങൾ കോവിഡ് ബാധിച്ച ആളുകൾ മരിച്ചപ്പോൾ, വലവും ഇടവും 1000-ഉം 10,000-ഉം വീണപ്പോൾ നിങ്ങളെന്താ ആരോഗ്യത്തോടെ എവിടെ വന്നിരിക്കുന്നത്? ആരാ മറച്ചത്? അമേരിക്കൻ പടയാളികൾ കണ്ടുപിടിച്ച സ്ഥലമാ ബങ്കറുകൾ. അതാണ് സദ്ദാം ഹുസൈനെ കൈയോടെ പൊക്കി തിക്രിത്തിന്റെ അരമാനയിൽ നിന്ന് രഹസ്യമായി പിടിച്ചെടുത്ത് പരസ്യമായി തൂക്കിക്കൊന്നു. റഷ്യൻ പടയാളികൾ മറയുന്ന സ്ഥലമാണ് കോക്കസ് പാറകൾ. ഇന്ത്യൻ പടയാളികൾ മറയുന്ന സ്ഥലമാണ് കാർഗിൽ മലനിരകൾ. ഈ 3 രാജ്യവും ചില രാജ്യമൊന്നുമല്ല. ഇന്റലിജൻസ് ബ്യൂറോയുടെ അഭിപ്രായത്തിൽ ഇസ്രായേൽ സൈന്യവും അമേരിക്കൻ സൈന്യവും ചേരുമ്പോഴാണ് ബുദ്ധിപൂർവ്വതയുള്ള സൈന്യം. പോകട്ടെ, അമേരിക്കൻ പടയാളികൾക്ക് മറയാൻ ഇവിടെ ബങ്കറുകൾ അവർ സൃഷ്ടിച്ചു. റഷ്യൻ പടയാളികൾക്ക് പറയാൻ കോക്കസ് പാറകൾ, ഇന്ത്യൻ പടയാളിക്ക് പറയാൻ കാർഗിൽ മലനിരകൾ. 2.5 വർഷം എന്നെ മറച്ചത്, നിന്നെ മറച്ചത് മാസ്ക് അല്ല, സാനിറ്റൈസർ അല്ല, PPE കിറ്റ് അല്ല. അതൊക്കെ ഇട്ട നേഴ്സുമാരും ഡോക്ടർമാരും പിള്ളേരും മരിച്ചിട്ടുണ്ടല്ലോ, അവരുടെ കുടുംബത്തിന് ആശ്വാസം ദൈവം നൽകട്ടെ. പക്ഷെ ഞങ്ങൾ നെഞ്ചിൽ കൈവച്ചു പറയുന്നു, ഞങ്ങൾ മറഞ്ഞത് എവിടെയാണെന്ന് പറഞ്ഞാൽ ലോകം വിശ്വസിക്കാൻ പ്രയാസമാ. പക്ഷെ ഞങ്ങൾ പറയും, ഞങ്ങൾക്ക് മറഞ്ഞൊരു സ്ഥലമുണ്ട്. അത്യുന്നതന്റെ മറവിൽ, സർവശക്തനായ ദൈവത്തിന്റെ നിഴലിൽ, അനർത്ഥ ദിവസങ്ങളിൽ അവന്റെ കൂടാരത്തിൽ മറയ്ക്കുന്ന പറക്കുന്ന പക്ഷിയുടെ ചിറകിന്റെ കീഴെ ഒരു AK-47 വരാതെ നിന്നെ മറയ്ക്കാൻ കഴിയുന്ന ഒരു ചിറക് 2.5 കൊല്ലമായി നിന്റെ തലയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് ചേർത്തടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കണം. ചെറിയാൻ സാർ എഴുതിയ പാട്ടാ വലമിടം. ഈ കോവിഡ് സമയത്ത് എങ്ങാണ്ട് അദ്ദേഹം പർദീസിൽ ഇരുന്നുകൊണ്ട് എഴുതിയ പോലെ എനിക്ക് തോന്നുന്നത്. അത്ര സിമിലാരിറ്റി ആ പാട്ടിന്. അതൊക്കെ ഞാൻ വിട്ട വേഗത്തിൽ മുന്നോട്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്ത് പഠിപ്പിച്ചു നമ്മളെ? 21-ാം നൂറ്റാണ്ടിലേക്ക് വന്നു. എന്ത് പഠിപ്പിച്ചു? ഞങ്ങൾ വിശ്വാസത്താൽ പറയുന്നു. രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ നിങ്ങളോടാ പറയുന്നേ. ഓരോ നൂറ്റാണ്ടിലും ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമെങ്കിൽ കോവിഡിനേക്കാൾ വലിയ സംഭവം തന്നെ ഉണ്ടാകാനില്ല. ഉണ്ട്. ഇനി അടുത്ത നൂറ്റാണ്ടിൽ, ഇനി ലോകത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം, ഇതിനേക്കാൾ വലിയ സംഭവം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടെ വരുന്ന ആ ഒരു അത്ഭുതമല്ലാതെ ഇനി ലോകത്തിൽ മറ്റൊരു അത്ഭുതം നടക്കാനില്ല. അതിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന്. 3-ാമത്തെ ചിന്തയിലേക്ക് വരാം. ഇതിഹാസ പുരുഷന്മാർ, ദാർശനികന്മാർ. ആരാണിവർ? ഒരു 10-100 പേരുടെ കാര്യം പറയാനുണ്ടെങ്കിലും 2 പേരെ വേഗത്തിൽ അവതരിപ്പിക്കാം.
ഒന്ന്, 1835 ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു നാടകകൃത്താണ് നീൽ ഗ്രാൻഡ്. അദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് സന്ദേശങ്ങളൊക്കെ നമ്മൾ ഈ സമയത്ത് കേട്ട് കാണും. നാടക നിർമ്മാണ കൂടസ്ഥനായ വില്യം ഷേക്സ്പിയർ നാട്ടിൽ നിന്നും ഒരാൾ നീൽ ഗ്രാൻഡ്. നീൽ ഗ്രാൻഡിൻ്റെ നാടകത്തിൻ്റെ പേരാണ് ദി ലാസ്റ്റ് വാർ. അദ്ദേഹത്തിൻ്റെ നാടകത്തിൻ്റെ ഇതിവൃത്തം ഒന്ന് കേട്ടോളൂ. എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് 95 കൊല്ലം മുൻപിൻ്റെ നാടകമാണ്. ആ നാടകത്തിൽ കോവിഡ് പോലത്തെ ഒരു സാധനം വന്നിട്ടുണ്ട്. അത് കേട്ടോ, പെട്ടെന്ന് പറയാം. ലോകത്തിൽ വൈറസ് വന്നു, മൃഗങ്ങളൊക്കെ ജീവിച്ചു, മനുഷ്യരെല്ലാം ചത്തു. ശരിയല്ലേ? 90 കൊല്ലം മുമ്പ് എഴുതിയ നാടകത്തിലെ കഥയെ പറയുന്നത്. ഒരു വൈറസ് വരുന്നു, മനുഷ്യരൊക്കെ ചത്തു, മൃഗങ്ങളൊക്കെ ജീവിച്ചു. അപ്പം മൃഗങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരുന്നൊരു സമ്മേളനം നടത്തി, നമ്മുടെ കൺവെൻഷൻ പോലെ. അപ്പോൾ വൈറസാണ് അധ്യക്ഷൻ. പട്ടിയും പൂച്ചയും കോഴിയും താറാവും കുതിരയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വൈറസ് ചോദിച്ചു, ഈ ചത്തുപോയ മനുഷ്യരെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? അപ്പോൾ 2 ജീവി വട്ടം പിടിച്ച് കേട്ടോണ്ടോ, നമ്മുടെ വീട്ടിലെ പട്ടിയും പൂച്ചയും കോഴിയും നമ്മളെക്കുറിച്ച് വല്ലതും പറയാനുണ്ടെങ്കിൽ അത് മലയാള ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു, അതായി നീ കേട്ടോ. അപ്പം കുതിര പറയുകയാണ്, മനുഷ്യരിങ്ങനെ വൈറസ് വന്ന് ചത്തതിനകത്ത് എനിക്ക് ദുഃഖമൊന്നുമില്ല. എന്താ കാരണം? ആക്രാന്തമാണ് മനുഷ്യന്, ആക്രാന്തം. അടങ്ങിക്കിടക്കുന്ന എന്നെ പിടിച്ച് ആടയാഭരണങ്ങൾ അണിയിച്ചൊരുക്കി അവന് യുദ്ധക്കളത്തിലേക്ക് ചെന്ന് അതിർത്തിയിൽ വെച്ച് വെടിവെപ്പ് നടത്തി ഉറയിൽ കിടന്ന വാളെടുത്ത് അനേക ശിരസ്സുകൾ അരിഞ്ഞു വീഴ്ത്തി. എന്തിൻ്റെ കേടാണ് ഇവന്? ശരിയല്ലേ? പാകിസ്ഥാനിൽ ഗോതമ്പ് പുതയ്ക്കാൻ അവന് നേരമില്ല. അവന് കാർഗിൽ വന്നിരുന്ന മാന്തുക. എന്നാണിക്കാൻ മാന്തുന്നു? അവൻ അവിടെ മാന്തുന്നു, നമ്മുടെ ആളുകൾ അതിര് മാന്തുന്നു. രണ്ടും മാന്തല. എന്നാണിക്കാൻ മാന്തുന്ന ഈ മാന്തലൊക്കെ? എന്നാ കൊണ്ടുപോകാൻ അവിടെ നിന്ന് കൊണ്ടുപോകാൻ? ഒന്നാമത് പാസ്റ്റർ പറഞ്ഞ പോലെ ഇവിടെ ഒറ്റ പിള്ളേർ എവിടെ ഇല്ല. ഇവിടെ ഉണ്ടോ? 10ാം ക്ലാസ് കഴിഞ്ഞ പിള്ളേർ, നമുക്ക് എവിടെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ +1 +2. ഇപ്പോൾ പിള്ളേർക്കെല്ലാം +1 +2 എവിടെ പഠിക്കണ്ടേ? വിശാഖപട്ടണം, ആന്ധ്ര, ആഗ്ര അങ്ങനെ പോയിച്ചാൽ മതി. മാവേലിക്കര പഠിക്കണ്ട. അപ്പോൾ ഡിഗ്രി എവിടെ പഠിക്കണേ? അത് UK, കാനഡ. അങ്ങനെ പിള്ളേർ പോകുന്ന രീതിയാണോ ഭാഷമാർ ഇരിക്കുന്നത്? നമ്മളും പോവും. എങ്ങനെയാണ് പോകണമെന്നും കൂടെ പറയാം. ക്ഷമിക്കണേ, അങ്ങ് പറഞ്ഞു പോവുക. ഈ പെൺപിള്ളേരെ നേഴ്സിംഗൊക്കെ ഇനി വിദേശത്താണ് പഠിക്കുകയുള്ളൂ കേട്ടോ, MBA. അവിടെ ചെന്നപ്പോൾ നേഴ്സ് പിള്ളേരെ കെട്ടാൻ വേണ്ടി ആമ്പിള്ളേരെ ക്യൂ നിൽക്കല്ലേ. അതിന് ഒരു പണിയില്ലാത്ത തെക്കോട് കണക്കുന്നതിന് വിദേശത്തേക്ക് പോകാൻ ഇത് നല്ല മാർഗമുണ്ടോ? അപ്പോൾ ഇവനും പോവുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ 6 മാസം കഴിയുമ്പോൾ കൊച്ചു ഗർഭിണിയായി. അപ്പോൾ വിളിച്ചു, അമ്മേ മമ്മി ഇങ്ങോട്ടൊന്ന് വരണം ഒരു സഹായത്തിന്. ആ മമ്മി പറഞ്ഞു, ഞാൻ പപ്പേനെ ഇട്ടേച്ച് വരില്ല. പപ്പയാണെങ്കിൽ വയസ്സാം കാലത്ത് വരെ, പ്രത്യേകിച്ച് പാസ്റ്റർമാരെ ഞങ്ങളൊക്കെ കർത്താവിൻ്റെ വേല ചെയ്തു, ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നും വരാൻ മതി. 2 പേർക്കും വിസ എടുത്ത് തരാമെന്ന്. അപ്പം 2 പേർക്കും വിസ. അപ്പം നമ്മൾ പറയുകയാണ്, ഏറെ നാളായി ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ വിടുതലുണ്ടായി. എന്നതാ? പേരടക്കാൻ പോണതാ. എന്നിട്ട് നമ്മൾ പറയാ, കർത്താവ് ഒരു വഴി തുറന്നിരിക്കുന്നു. എൻ്റെ പൊന്നു ദേവസ്വന്മാരെ, അതിനൊക്കെ പൊക്കോ, മക്കളാണ് പോകണം. പക്ഷേ ഒരു 6 മാസം കഴിഞ്ഞ് തിരിച്ചു വരണം കേട്ടോ. എൻ്റെ ഒരു ആഗ്രഹം പറയുക, ഇവിടെ കിടന്ന് ചാകണമെന്നേ. അവിടെ കിടന്ന് ചത്തല്ല. ആശംസയോട് അനുശോചനം പറയാൻ പോലും ആരും ഉണ്ടാവില്ല അല്ലേ? ഇവിടെയാണെങ്കിൽ ഒരു 101 പേര് അനുശോചനം പോലും പറയാൻ ഉണ്ടാവുമല്ലോ, നേരം വെളുക്കുന്നവരെ. അവിടെ ആരുണ്ടാവാനാണ്? ആപ്പിൾ ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കുന്ന പോലെ പാട്ടും മറന്നു, പ്രാർത്ഥനയും മറന്നു. അവിടെ ആരും ശുശ്രൂഷയ്ക്കും വിളിക്കുന്നില്ല. അതുകൊണ്ട് മക്കളെ ഒന്ന് പോയി കണ്ടേച്ച് ഇങ്ങോട്ട് വരണോന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കിടന്ന് ചാകണമെന്നാണ് ഞാൻ പറയുന്നത്. ആരും സ്വോത്രമൊന്നും പറയത്തില്ല. സ്വോത്രം. അപ്പൊ ഇനി നമ്മുടെ ആളൊന്നും ഇവിടെ കാണുകയില്ലെന്ന്, ഒക്കെ അങ്ങോട്ട് പോവുകയാണെന്ന്. പള്ളികളൊക്കെ പൊളിച്ചു പണിയണം. എന്തോന്ന്? ചെറുതാക്കണം, വലുതാക്കാനല്ല. ആളില്ലെന്ന്. 50 കാറ് വന്നാൽ 50 പേരേ ഉള്ളൂ പള്ളിയിൽ. ഒരു കാറിൽ ഒരാളേ ഉള്ളൂ. സ്വോത്രം. അതുകൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആളുകൾ ഇറങ്ങണമെന്ന്. എല്ലാം ഈ VS കർത്താവിൻ്റെ വേലയ്ക്കാരിറങ്ങും. നമുക്ക് വേലയ്ക്ക് ഒന്നാമത് ഈ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ വേലയ്ക്കൊക്കെ ഇറങ്ങാത്തത്. നമ്മൾക്കറിയാമല്ലോ, ഈ സർക്കാർ ജോലിക്കാർക്ക് സാലറി എന്നാ പറയണം. എന്തോന്ന്? സാലറി. ഞങ്ങളുടെ പാസ്റ്റർമാർക്ക് അവർക്ക് അവർ ഞങ്ങൾക്ക് പറഞ്ഞവർ സപ്പോർട്ട് എന്നാണ്. 500 രൂപ, 200 രൂപ, 750 രൂപ. അതൊക്കെ ഞങ്ങൾ പറയാറില്ലെന്ന് മാത്രം. കാരണം 1 കിലോ ഇറച്ചിയുടെ കാശേ ഉള്ളൂ, അതുകൊണ്ട് പറയാറില്ല. ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കുറച്ച് വരുന്ന വാഴയ്ക്ക് കൊടുക്കുന്ന ഊന്നിൻ്റെ പേരാണ് എന്തോന്ന്? പിന്നെ ഡോക്ടർ ജോൺ കെ മാത്യു സാറ് പറയും, വാഴക്കൊല മൂത്ത് കഴിയുമ്പോൾ ഞങ്ങൾ സപ്പോർട്ട് പിൻവലിക്കും, സഭ സെൽഫായി കഴിയുമ്പം ഞങ്ങൾ പിൻവലിക്കും. ജോൺ കെ മാത്യു സാറിൻ്റെ വിറ്റ കാശ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളുടെ വാഴക്കൊല ഒരിക്കലും മൂക്കുകയില്ല. അതാ, ഞങ്ങളുടെ വാഴക്കൊല മൂക്കുകയില്ല. എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഊന്ന് വേണം ഞങ്ങൾക്ക്. കാരണം ആകപ്പാടെ ഈ സപ്പോർട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ഇരിപ്പ് കണ്ടോ? ഈ സപ്പോർട്ട് കിട്ടിയിട്ടും ഈ വാഴക്കൊല മൂക്കാതിരുന്നിട്ടും ശുഭ്രവസ്ഥതാരം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഇരിപ്പ് കണ്ടോ? ഇത് കർത്താവിൻ്റെ വേലയാ മക്കളെ. ഈ വേലയ്ക്ക് ആള് വേണമെന്ന്. നിങ്ങളുടെ ലക്ഷങ്ങൾക്ക് പകരം വെക്കാൻ, ദൈവവേലയ്ക്ക് പകരം വെക്കാൻ ഒരു ജോലിയും ലോകത്തിൽ
ലോകത്തിലില്ലെന്ന്. മുന്നോട്ട് പോകട്ടെ. അതുകൊണ്ട് ഇദ്ദേഹം ഈ കുതിര പറഞ്ഞ ആക്രാന്തമാണ് മനുഷ്യന്. സിംഹം പറഞ്ഞ കാര്യം കേൾക്കണോ? സിംഹം പറഞ്ഞ കാര്യം, മനുഷ്യന് ചത്തോടൻ എന്താ കുഴപ്പം? മുടിഞ്ഞ തീറ്റയാണ് അവൻ്റെ. മനുഷ്യന് വാ പൊളിച്ചാൽ എന്നെ പറഞ്ഞു ദുഷ്ടമൃഗം, ഞാനെന്ത് ദുഷ്ടത്തരം കാണിച്ചു എന്നാണ് ഈ പറയണത്. പാവപ്പെട്ട ഒരു മാൻകുട്ടി പറന്നു പോയി, എനിക്ക് വിശന്നിട്ട് വൻകുടലും ചെറുകുടലും ഏറ്റുമുട്ടിയപ്പം ഞാൻ പറക്കം തളി കണക്കെ അവൻ്റെ മേൽ പറന്ന് വീണു. കോമ്പല് കുത്തിയിറക്കി ആന കരിമ്പം കാട്ടി കയറുന്ന പോലെ കടിച്ച് പറിച്ച് മുറിച്ച് തിന്നു. ബാക്കി അവിടെ ഇട്ടേച്ചു പോയി. അതൊരു കുറ്റമാണോ? നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു നോക്കൂ. 100 മാൻകുട്ടികൾ മേയുമ്പോൾ ഒരു മാൻകുട്ടിയെ മാത്രമേ ഞാൻ ലക്ഷ്യം വെക്കാറുള്ളൂ. അതിനെ മാത്രമേ പിടിക്കൂ. തിന്നു കഴിഞ്ഞാൽ ബാക്കി അവിടെ ഇട്ടേച്ചു പോകും. ഞാനിങ്ങനെ വിശ്രമിക്കുമ്പോൾ ഒരു മുയൽ പോയാൽ പോലും ഞാൻ അനങ്ങാറില്ല. ആ എന്നെയാണ് നിങ്ങൾ ദുഷ്ടൻ ദുഷ്ടൻ എന്ന് വിളിക്കുന്നത്. ഇത് പറയാണ് നിങ്ങളുടെ തീറ്റയുടെ എണ്ണ എത്രയെന്ന് അറിയാമോ? നമ്മുടെ തീറ്റ. നമ്മൾ ബാക്കി വരുന്നത് ഇട്ടേച്ചു പോവുകയാണോ? അല്ല. സന്ധ്യ യോഷസുമായി 7-ാം ദിവസം വരെ ബൈബിളിലുള്ളൂ. ഫ്രിഡ്ജ് വന്ന ശേഷം 8-ാം ദിവസം 2-ാം വാരം 50-ാം ദിവസം സെഞ്ചുറി. ചില ഫ്രിഡ്ജൊക്കെ തുറക്കുന്നതും വെളിപ്പാട് 19-ാം അധ്യായം തുറക്കുന്ന ഒരുപോലെ അഗാധ കോപത്തിൽ നിന്ന് പുക പോകുകയെന്നും പറഞ്ഞ് കറിവേപ്പലടക്കമാണ് തിരിക്കുന്നത്. നമ്മൾ നിന്ന് വല്ലതും കളയുമോ? ഒന്നും കളയില്ല. നമ്മുടെ തീറ്റ എത്ര നേരാന്നറിയണ്ടേ? ഒരു തമാശ രൂപത്തിൽ പറയാം. നേരം വെളുത്ത് 1 കണ്ട്, നേരം വെളുത്ത് 1 പല്ലൊന്നും തയ്ക്കാതെ കുടിക്കുന്നൊരു കാപ്പിയാണ്. അതിന് വിടക്ക് കാപ്പി എന്നാണ് പേര്. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിലാണ് വിളിക്കുന്നത് ബെഡ് കോഫി. പിന്നെ പിള്ളേരുടെ തിരിച്ചറിയാമല്ലോ. ഇപ്പം അപ്പച്ചൻ പണിക്ക് പോകുന്നു, പുട്ടും കടലും പപ്പടം കാച്ചിയത് വെന്തില്ല എന്ന് പറഞ്ഞ് പുള്ളി വെച്ച് വെച്ച് മനുഷ്യ തിന്നു വെച്ച് പോയി. ഇനി സമയമില്ല പോട്ടെ, അപ്പം കളയണ്ടല്ലോ എന്ന് കരുതി ഇവരത് തിന്നു. അപ്പം പിള്ളേരെ നൂഡിൽസ് തിന്നു ചോർന്നു. മമ്മി പിള്ളേർ സ്കൂൾ ബസ് വന്നു, അപ്പം കളയണ്ടല്ലോ എന്ന് കരുതി അത് ഒരു തിന്നു. എങ്ങനെ ഈ ബാക്കിയെല്ലാം വന്ന് അവർ അപ്പം 2 നേരമായി. പിന്നെ 11:30-ക്കാണല്ലോ സൗകര്യമാർ സാധാരണ ഭക്ഷണം കഴിക്കുന്നില്ലേ? 11:30 രാരദോശ 3, ഉച്ചയ്ക്കൊന്ന് 4, 4 മണിക്കൊന്ന് 5, വൈകിട്ടൊന്ന് 6. ഇപ്പം എത്ര നേരമായി? ഇനി ഒരു നേരം കൂടെ ഉണ്ട്. അത് വലിയ വീട്ടിലൊന്നുമില്ല, തീരെ ദാരിദ്ര്യം പിടിച്ച വീട്ടിലേ ഉള്ളൂ. 7-ാമത്തെ ഭക്ഷണം. കിടക്കാൻ നേരത്തെ 1 ഗ്ലാസ് പാല്. തെറ്റിദ്ധരിക്കരുത്, പുട്ടും കുറ്റിയുടെ വലിപ്പമുള്ള ഗ്ലാസ്സാണെന്ന് കൂടെ ഓർത്തോളം കേട്ടോ. എന്നിട്ട് അതിനകത്ത് ഹോർലിക്സോ ബോൺവിറ്റോ ഇട്ടാൽ ഇട്ടു. 4 ഞാലിപ്പൂവൻ പഴം. പിന്നെ പിള്ളേർ ഗൾഫിൽ നിന്ന് വന്നപ്പം പൂത്തിട്ട് പോലും ആർക്കും കൊടുത്തിട്ടില്ലോ. 5 കശുവണ്ടി പരിപ്പും ഒരു 5-6 ഈന്തപ്പഴം. പിന്നെ 1 പാക്കറ്റ് ബെണ്ണ് മേടിച്ചാണ്. ഒരെണ്ണം പൊട്ടിച്ച് പാലിനകത്ത് മുക്കി തിന്നു. രാത്രി ഇരുന്ന ഉറുമ്പ് കയറൂലോ, കളയണ്ടല്ലോ എന്ന് കരുതി ബാക്കി 3 കൂടെ തിന്നു. മൊത്തം 450 ഗ്രാം. എന്നിട്ട് സിംഹം പറയുകയാണ് 24 മണിക്കൂർ തിന്നോണ്ട് കിടക്കുന്ന ഇവൻ ചത്തില്ലെങ്കിലേ അത്ഭുതമുള്ളെന്ന്. മൃഗങ്ങളുടെ കമന്റ് കേട്ടോ നിങ്ങൾ? നിങ്ങളുടെ വീട്ടിൽ ലവ് ബേഴ്സ് ഉണ്ടോ? ഉണ്ടവരെ കേട്ടോളണം. അവിടെ വെച്ച് നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? ലവ് ബേഴ്സ് പറയാ മനുഷ്യരിത് വരണം സാർ, ഞങ്ങൾക്ക് ദൈവം 2 ചിറക് തന്നിട്ടുണ്ട്. പക്ഷിനാം ബലമാകാശം, മത്സ്യാനാം ഉദകമ്പലം, ദുർബലസ്യ ബലം രാജ, ബാലനാം രോദനം ബലം. പക്ഷികൾക്ക് ആകാശമുണ്ടെങ്കിലേ ബലമുള്ളൂ സാർ. മത്സ്യങ്ങൾക്ക് വെള്ളമുള്ള ദിക്കിലാണ് ബലം. അവശരായ ആളുകൾക്ക് രാജാക്കന്മാരാണ് ബലം. ഇപ്പം ഞങ്ങൾക്ക് ചിറക് തന്നെ തന്നിരിക്കുന്നത് പെട്രോൾ അടിക്കാതെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ പോകാനാണ്. കാസർഗോഡ് പോകണം, മാവേലിക്കര പോകണം, ട്രിവാൻഡ്രം പോകണം. പെട്രോൾ അടിക്കണ്ട. ഞങ്ങളെ പിടിച്ച് വല വെച്ച് കെണി പിടിച്ച് 2 മീറ്റർ നീളമുള്ള ഒരു നെറ്റും കെട്ടി ഒരു കുടവും വെച്ച് ഞങ്ങളെ കൂട്ടിനകത്താക്കിയിട്ട് ഈ പുള്ളി ഇന്നോവയ്ക്കകത്ത് 5000 രൂപ പെട്രോൾ മേടിച്ച് കാസർഗോഡ് പോവുക. നിനക്കിത് വരണോടാ? ആര് പറഞ്ഞതാ? ഇന്ന് രാത്രി വല്ല മാനസാന്തരം ഉണ്ടെങ്കിൽ ചെന്ന് കൂടെ അങ്ങ് തുറന്നു വിട്ടേരും. പട്ടി പറഞ്ഞു കേൾക്കണോ? യജമാനനെ മിസ് ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ അത്ര സൂട്ടബിൾ അല്ല, അമേരിക്കയിലും UK-യിലൊക്കെയാണ്. കാരണം അവർ പട്ടിപ്രേമം ഒത്തിരി ഉള്ളവരാ. പട്ടിക്ക് വേണ്ടി സ്വത്തൊക്കെ എഴുതി വെച്ച് കളയും. കാരണം അവിടെ അമേരിക്കയിൽ തന്നെ പിള്ളേർക്കൊന്നും മാതാപിതാക്കന്മാർ സ്വത്തൊന്നും വേണ്ട. അവർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പം വീട് മാറിപ്പോകുമ്പോൾ TV-യും ഫ്രിഡ്ജും ഒക്കെ കൊടുത്ത് അവരെ കെട്ടിച്ചു വിടുന്ന പോലെ അങ്ങ് വിടുക. പിന്നെ അവർ സ്വന്തം കാലം നിൽക്കാൻ പഠിക്കുകയാണ്. അതല്ലേ അമേരിക്കയിലെ പിള്ളേരൊക്കെ? കർത്താവെ അടുത്ത ജന്മം കിറ്റി മാതാമ്മയുടെ പട്ടിയായി ജനിക്കുവാൻ കൃപ നൽകി നമുക്ക് തമാശയ്ക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ മുൻ രാഷ്ട്രപതി പറഞ്ഞല്ലോ, കുട്ടൻ്റെ വീട്ടിലെ പട്ടി. ഓർക്കണ്ടോ നിങ്ങൾ? കുരങ്ങൻ പറഞ്ഞ് കേൾക്കണോ? കുരങ്ങൻ പറഞ്ഞ് കേൾക്കണോ? കുറേ നാളായി നിങ്ങൾ ഈ ഡാർവിൻ്റെ സിദ്ധാന്തം വന്ന ശേഷം ഞങ്ങളുടെ കുടുംബക്കാരാ നിങ്ങളെന്നാ പറയുന്നത്. നാണം ഉണ്ടോടാ നിനക്ക്? എടാ, ഞങ്ങളുടെ കുടുംബത്തിൽ ജനിക്കാൻ നിങ്ങൾക്ക് എന്തുവാണ് ഒരു ക്വാളിറ്റി ഉള്ളത്? കുരങ്ങൻ ചോദിക്കുക. ശരിയല്ലേ? നോർത്ത് ഇന്ത്യയിൽ ഒരു കുരങ്ങൻ്റെ കൊച്ചിനെ ഒരു പട്ടി കടിച്ചു കൊന്നു. ആ വനത്തിലെ കുരങ്ങന്മാരെല്ലാം ഇറങ്ങിയ ഗ്രാമത്തിലെ മുഴുവൻ പട്ടികളെയും കടിച്ചെടുത്തുകൊണ്ട് മരത്തിൻ്റെ മേളിൽ കയറി താഴോട്ടിട്ട് കൊന്നു കളയും. നിങ്ങൾ കണ്ടില്ലായിരുന്നു? ചെയ്തത് തെറ്റാണെങ്കിൽ ആ യൂണിറ്റി നമുക്കുണ്ടോ? അപ്പോൾ കുരങ്ങൻ പറയും ഞങ്ങളുടെ കുടുംബത്തിൽ ജനിക്കാനുള്ള യാതൊരു ക്വാളിറ്റി നിങ്ങൾക്കില്ല.
അതുകൊണ്ടാണോ എന്നറിയില്ല, ഈ കുരങ്ങൻ മാത്രം മനുഷ്യ കണ്ണിൽ പല്ലിളിക്കും. കളിയാക്കുന്നതാ. സ്വത്രം. അങ്ങനെ വന്ന് പാമ്പ് പറയുകയാണ്, ഈ മനുഷ്യനെ ഏതും തോട്ടം കൊടുത്താൽ അവൻ അതിനെ പരദീസ കുട്ടിച്ചോറാക്കും. ഒടുവിൽ വൈറസിന്റെ ഉപസംഹാര പ്രസംഗം എന്താണ്? എന്നെ ഈ പെരിച്ചാഴിയും നീർക്കോലിയും തവളയെ നശിപ്പിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചതാ. മനുഷ്യൻ അതിനെ കുടത്തിൽ നിന്ന് പുറത്തുവിട്ട ഭൂതം കണക്കെ തുറന്നു വിട്ടു. ഇപ്പം മൊത്തം ചത്തുകൊണ്ടിരിക്കുക. എന്നെ ഒരു കൊല്ലം ഈ സൂക്ഷിക്കാൻ, പരീക്ഷണശാലയിൽ സൂക്ഷിക്കാൻ കോടികൾ മുടക്കാണ്. മനുഷ്യൻ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് എന്നെ വളർത്തുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദൂതൻ ഇറങ്ങി വരുന്നു, ഒരാൾ ഓടി വരുന്നു. അയാൾ മാനസാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകുന്നു. ദി ലാസ്റ്റ് വാർ അവസാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 90 കൊല്ലം മുൻപ് നീൽ ഗ്രാൻഡ് എഴുതിയ നാടകം ഒരു മുന്നറിയിപ്പായിരുന്നില്ലേ? നമ്മൾ ശ്രദ്ധിച്ചില്ല. നോസ്ട്രദാമസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അനേകം ആളുകൾ അംഗീകരിക്കുന്നില്ല, അതൊരു സത്യമാണ്. ലെസ് പ്രൊഫസീസ് അദ്ദേഹത്തിൻ്റെ പ്രവചന ഗ്രന്ഥങ്ങളുടെ പേരാണ്. 3000 കാര്യങ്ങൾ 1000 വർഷം കൊണ്ട് നടക്കും എന്ന് പറഞ്ഞ പുസ്തകമാണ് ലെസ് പ്രൊഫസീസ്. അതിനകത്താണ് ലണ്ടനിലെ അഗ്നിബാധ, രാജീവ് ഗാന്ധിയുടെ മരണം, ഇന്ദിരാഗാന്ധിയുടെ മരണം, നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ മരണം, പോപ്പിനെതിരെയുള്ള വധശ്രമം, ഇന്ത്യയുടെ പേര്, മഹാസമുദ്രം, വേൾഡ് ട്രേഡ് സെന്റർ തകരുന്നതൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഒരു ആലങ്കാരിക ഭാഷയാണ്. ഉദാഹരണം, ലോകം ഉറ്റുനോക്കുന്ന ഒരു രാജ്യം, 2 പാറക്കെട്ടുകൾ പക്ഷി വന്ന് ഇടിച്ചു തകർക്കുന്നു, സാമ്പത്തികം തകരുന്നു. നമുക്ക് വല്ലതും മനസ്സിലായോ? ലോകം ഉറ്റുനോക്കുന്ന രാജ്യം അമേരിക്ക, 2 പാറക്കെട്ടുകൾ വേൾഡ് ട്രേഡ് സെന്റർ, പക്ഷികളൊന്ന് ഇടിച്ചു തകർക്കുന്നു, ഹെലികോപ്റ്റർ, സാമ്പത്തികം തകരുന്നു, ഫിനാൻഷ്യൽ ക്രൈസിസ്. അദ്ദേഹം എഴുതി വെച്ച പുസ്തകത്തിനകത്ത് 2014 മുതൽ 25 വരെ ഇന്ത്യയിൽ ഒരു ഭരണാധികാരി ഭരിക്കുമെന്ന. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി 2ാം പ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മനോരമയിൽ മുൻവശത്തെ പേജിൽ ഈ വാർത്ത വന്നിരുന്നു. അതിനകത്ത് അദ്ദേഹം കൂടുതൽ 2019 മുതൽ ആർക്കും മരുന്ന് കണ്ടുപിടിക്കുവാൻ കഴിയാത്തൊരു വൈറസ് ലോകത്തിൽ വരുമെന്ന. 25 വരെ പ്രതിരോധം കൊണ്ട് മാത്രമേ അതിനെ ജയിക്കാൻ പറ്റുള്ളൂ എന്നാ. 1 കൊല്ലം 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മൾ വാക്സിൻ കണ്ടുപിടിച്ചു, കോവാക്സിൻ, കോവിഷീൽഡ്. അപ്പോഴാണ് ഒറ്റ മിനിറ്റ് കൊണ്ട് ജനിതക രൂപഭാവ വ്യത്യാസം വരുത്തി ഈ പുള്ളി 1168 വകഭേദങ്ങളായി വന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ലെസ് പ്രൊഫസീസും ദി ലാസ്റ്റ് വാറും അവിടെ പ്രവചനങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട്. അത് പറയാനാണ് ഞാൻ വരുന്നത്. കഴിഞ്ഞ ജൂലൈ മാസം 18 ഇടുക്കി ഡാം തകരുമെന്ന് പ്രവചിച്ചു, തെറ്റിപ്പോയില്ലേ? 2000 ലോകാവസാനത്തെ തുടക്കം കുറിക്കും, തെറ്റിപ്പോയില്ലേ? ഈ രാത്രി ഞങ്ങൾ പറയുന്നു, 1350 ഗ്രാം തൂക്കമുള്ള തലച്ചോറ് കൊണ്ട് നിങ്ങൾ ബുദ്ധിമാന്മാരെന്നും രാക്ഷസന്മാരെന്നും ശാസ്ത്ര വിശാരദന്മാർ, പണ്ഡിത പടുക്കൾ എന്ന് പറയുന്നവരുടെ 50-60% പ്രവചനങ്ങൾ മാത്രം നിറവേറുമ്പോൾ ഒരൊറ്റ പ്രവചനം പോലും നിറവേറാതെ പോയിട്ടില്ല ദൈവവചനത്തിൽ. അവരെക്കാൾ മറികടക്കുന്നൊരു പുസ്തകമുണ്ടെങ്കിൽ ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും ഇതിൽ എഴുതി പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. കാലം എത്ര കഴിഞ്ഞാലും ഞങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞ ഒരൊറ്റ ഉപദേശവും ഞങ്ങൾക്ക് തിരുത്തേണ്ടി വന്നിട്ടില്ല, ഇനിയൊട്ട് ഞങ്ങൾ തിരുത്തുകയുമില്ല. ഈ പുസ്തകത്തിന് പകരം വെക്കാൻ ഒരു ശാസ്ത്ര വിശാരദനുമില്ല, ഒരു പണ്ഡിത പടുക്കളുമില്ല. 4ാം ക്ലാസ്സിൽ പഠിച്ച കയ്യാല പഠിക്കാറായി ഉപദേശിമാർ പറഞ്ഞ കാര്യമുണ്ട്, സൂര്യന് അയനമുണ്ട്. ശാസ്ത്രം പറഞ്ഞു പെന്തിക്കോസിലെ അപ്പച്ചന്മാരെ ഉന്തും തള്ളുമാണെന്ന്. പിന്നീട് കണ്ടുപിടിച്ചു. എന്താ ഉപദേശിമാര് പറയാ? അങ്ങനെ 19ാമത്തെ സങ്കീർത്തനം, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ, ആകാശവിധാന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, പകലിന് വാക്കുപൊഴിക്കുന്നു, രാത്രിക്ക്. അവിടെ പറയുന്ന അയനം, സർക്യൂട്ട്, ഓട്ടമോടുവാൻ സന്തോഷിക്കുന്നു. ഈ 2 വാക്യം വെച്ചുകൊണ്ട് ഉപദേശിമാര് പറഞ്ഞത്. റബ്ബർ വെട്ടുകാരാണെങ്കിലും കയ്യാല പണിക്കാരാണെങ്കിലും പറഞ്ഞു, ബൈബിൾ പറയുന്നു സൂര്യന് അയനമുണ്ടെന്ന്. ശാസ്ത്രം പിന്നെ സമ്മതിച്ചു. ഇപ്പോൾ സൂര്യന് 2 വിധത്തിലാണ് അയനം. ഭൂമിയെപ്പോലെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നു, 28 ദിവസമെടുക്കും. 2 സെക്കൻഡിൽ 12 മൈൽ വേഗത്തിൽ വടക്കോട്ട് യാത്ര ചെയ്യുന്നു. ഒന്നുകൂടെ പറയാം, ശാസ്ത്രീയ കാര്യങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ പിതാക്കന്മാർ വേദപുസ്തകം ഉയർത്തി പറഞ്ഞ മാനസാന്തരം, രക്ഷ, സ്നാനം, അഭിഷേകം, പരിശുദ്ധാത്മ കൃപാവരം, ദൈവസഭ, വെളിപ്പാട്, അന്യഭാഷ ഒന്നും ഞങ്ങൾക്ക് മാറ്റേണ്ടി വരില്ല. അത് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരുമെന്ന് ഈ രാത്രി ഉറപ്പിച്ചു പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വേദപുസ്തകത്തിന് പകരം വെക്കാൻ, ഞങ്ങളുടെ ഉപദേശത്തിന് പകരം വെക്കാൻ മറ്റൊരു സംവിധാനം ലോകത്തിൽ ഇല്ലവേ ഇല്ല. ഞാൻ 4ാമത്തെ കാര്യം പറയുകയാണ്. നമ്മുടെ ഇടയിൽ എഴുന്നേറ്റ പ്രസംഗരും പ്രവാചകന്മാരും ആരെങ്കിലും അംഗീകരിച്ചോ? പെന്തിക്കോസിലെ പാസ്റ്റർമാർ എന്ത് പറഞ്ഞാലും ആളുകൾ അംഗീകരിക്കുകയില്ല. അതേ കാര്യം തന്നെ ലോകക്കാർ പറഞ്ഞ് അംഗീകരിക്കുകയും ചെയ്യും.
എന്ത് സ്വഭാവമാണ് ഇത്? നോഗയുടെ കാലത്ത് നോഗ പറഞ്ഞു മഴ വരാൻ പോവുകയാണ്. അപ്പൊ ആളുകൾ ചോദിച്ചു എവിടുന്ന് ഒരു മഴ? ആ മഞ്ഞ് പൊങ്ങി നനച്ചു എന്നാ. പൊങ്ങി എങ്ങനെയാ മഞ്ഞ് നനയ്ക്കാന്ന് എനിക്കറിയില്ല, മഞ്ഞ് വീണ് തന്നെ നനച്ചു എന്ന് വിചാരിക്കണം. നാളെ പറഞ്ഞു നോഗേ നീ മഴ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ നനയ്ക്കുമെന്ന് പറയുന്നത്? നനയും. എന്താ കാര്യം? ഞാൻ കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ എൻ്റെ പ്രസംഗം കാഴ്ചയാലല്ല വിശ്വാസത്താലാ. കടലിൽ നിന്ന് 65 മൈൽ ദൂരത്താണ് ഈ പുള്ളി പെട്ടകം പണിത് വെച്ചത്. അപ്പം മഴയെങ്ങാനും പെയ്തില്ലെങ്കിൽ പെട്ടകം അറ്റകുറ്റം തീർന്നതാണോ എന്നറിയാൻ നീറ്റിലിറക്കണമെങ്കിൽ 65 മൈൽ ചുമക്കണ്ടേ? നോഗ പറഞ്ഞു ഞാൻ ചുമക്കുകയില്ല, കാരണം ദൈവം എന്നോട് പറഞ്ഞു മഴ വരുമെന്ന് പ്രസംഗിക്കാൻ. അതുകൊണ്ട് കടലിൽ കിടക്കുന്ന വെള്ളത്തെ നീരാവിയായി പൊക്കിയെടുത്ത് കാർമേഘത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു നിർത്തി ഒരു വടതിക്കാറ്റും തെന്നിക്കാറ്റും അയച്ച് ഇടിവെട്ടി പെയ്യുന്ന ഇടവപ്പാതി കണക്കെ തുള്ളിക്കൊരുകുടം പെയ്യുന്ന തുലാവർഷം എന്ന കണക്കെ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് ഞാൻ പണിതിരിക്കുന്ന താഴ്വരയെ വെള്ളം കൊണ്ട് നിറച്ച് ഈ പെട്ടകം മുകളിലെത്തിക്കുവാൻ ദൈവം ശക്തനാണെന്ന് നോഗ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ യേശുവിനെ കണ്ടിട്ടില്ല, ഞങ്ങൾ സ്വർഗം കണ്ടിട്ടില്ല, ഞങ്ങൾ നരകം കണ്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് തന്ന ദൈവത്തിന്റെ വചനം പറയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഈ പെട്ടകം ദൈവസഭയ്ക്കും ക്രിസ്തുവിനും നിഴലാണ്. മരം മുറിച്ചത് ഗോഫർമരം താഴ്വരയിൽ, ആശാരി ചവിട്ടി പിടിച്ചത് താഴ്വരയിൽ, അതിനെ കിഴുത്തയിട്ടത് താഴ്വരയിൽ, ചുറ്റിക്കൊണ്ട് മർദ്ദിച്ച താഴ്വരയിൽ, അതിനെ പശയും കീലും ഇട്ട താഴ്വരയിൽ, എല്ലാ മർദ്ദനമുറകളും താഴ്വരയിലാണെങ്കിലും പെട്ടകം ഉറച്ചത് താഴ്വരയിലല്ല, അരരാത്തിന്റെ മുകളിലാണ്. ദൈവസഭയ്ക്ക് നിന്നയുള്ളത് ഈ മാവേലിക്കരയിൽ. ഞങ്ങൾ പുസ്തകമായി പോകുമ്പോൾ സ്വസ്ത്രം എന്ന് പറയുന്നത് ഇവിടുത്തെ കവലകളിൽ, രോഗമുള്ളത് ഈ ശരീരത്തിനകത്ത്. പക്ഷെ ഞങ്ങൾ താഴെ വെക്കാത്ത കാര്യം എന്നാണെന്നറിയാമോ? അറിയാമോ? ഈ സഭ ഉറയ്ക്കുന്ന മാവേലിക്കരയിലല്ല. ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞവൻ സഭയെ ചേർക്കാൻ വരുമ്പോൾ ഒരുത്തനും കയ്യെത്തി പിടിക്കുവാൻ കഴിയാത്ത ആരാധനയുടെ മുകളിൽ ഞങ്ങളെ ഉറപ്പിക്കാമെന്ന് വാക്ക് പറഞ്ഞ ആ ദൈവത്തിനായി ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മാറ്റി പറയില്ല ഈ പ്രസംഗം. എന്താ കാര്യം? ആരാണ്ടിന്റെ മതിലിൽ 10 കിലോ കുമ്മായം നീറ്റിയെടുത്ത പാതിരാത്രിയിൽ ഈ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒരു നേതാവിന്റെ പേര് പതുങ്ങിയിരുന്ന് എഴുതുകയും ഇടിവെട്ടി പെയ്യുന്ന ഇടവപ്പാതിക്ക് ആ പേര് മാഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു നേതാവിനെയല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. 5 കൊല്ലം കഴിയുമ്പോൾ മണ്ഡലം മാറുന്നവരെയല്ല പ്രസംഗിക്കുന്നത്. 40 കൊല്ലം കഴിഞ്ഞാലും 400 കൊല്ലം കഴിഞ്ഞാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് മാറ്റമില്ല. ഒരുത്തന്നെ മതിൽ എഴുതാതെ മനുഷ്യ മനസ്സുകളിൽ അനുഭവങ്ങൾ ചാലിച്ച് ചങ്കിലെ ചോര കൊണ്ട് എഴുതുന്ന മാഞ്ഞു പോകാത്തൊരു നാമമുണ്ടെങ്കിൽ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല, മറ്റൊരു നേതാവില്ലെന്ന്. അതുകൊണ്ട് പറയട്ടെ, ഞങ്ങളുടെ ഉപദേശിമാര് പറയുന്നതൊക്കെ ശ്രദ്ധിച്ചോളണം കേട്ടോ. അബ്രഹാമിന്റെ കൂടാത്തിൽ 3 പേര് വന്നില്ലേ? 3 പേര് വന്നില്ലേ? അതിനകത്ത് അബ്രഹാം നോക്കിയപ്പോൾ ഒരാളെ യഹോവയുള്ള പുള്ളി കണ്ടുപിടിച്ചു. അതാ 3-ാമത്തെ വാക്യം, യജമാനനെ. 3 പേരുണ്ട്, യജമാനന്മാരെ എന്നല്ല, യജമാനനെ. 10-ാമത്തെ വാക്യം, പെമ്പിള്ളന്റെ അകത്തുണ്ട്, അടുത്തയാണ്ട് ഞാൻ വരുമ്പോൾ നിന്റെ ഭാര്യ സാറാക്കൊരു കുഞ്ഞ്. ആര് വരുമ്പോൾ? ഞാൻ. ഏത് ഞാൻ? ഏത് ഞാൻ? ഞങ്ങൾ നല്ലേ പറയേണ്ടത്. ഏതായി ഞാൻ? ഞാനാകുന്നവൻ. ആ ഞാനായിരിക്കുന്ന ഞാൻ. അറിയാമോ അർത്ഥമല്ലോ? മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ 85-ാമത്തെ കൺവെൻഷനിൽ ആരാ ഉദ്ഘാടകൻ? പതിപോലെ സെൻട്രൽ പാസ്റ്റർ. ഓ പതിവല്ലേ. ആരാ പ്രസംഗൻ? ജോയി പാറയ്ക്കൽ. പതിവല്ലേ? അല്ലെന്ന്. ഈ യോഗത്തിന്റെ ഇടയിൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുണ്ടെന്ന് എത്ര പേർക്കറിയാം? കീബോർഡിന്റെ 8-ാമത്തെ കട്ടയിലും 6-ാമത്തെ കട്ടയിലും അമർത്തുമ്പോൾ, 8-ാമത്തെ 6-ാമത്തെ കട്ടയിൽ അമർത്തുമ്പോൾ, പാടുമ്പോൾ ആ ശ്രുതിക്കിടയിൽ, ആ താളത്തിനിടയിൽ, ആ രാഗത്തിനിടയിൽ, ആ ലയത്തിനിടയിൽ, എൻ്റെ പ്രഭാഷണത്തിനിടയിൽ, ഉദ്ഘാടനത്തിനിടയിൽ, പ്രാർത്ഥനകൾക്കിടയിൽ നിനക്കുള്ള ഒരു വാചകം, ഒരു വരി, ഒരു ദൂത് അതിനകത്തുണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്നാൽ കാലഘട്ടത്തിന്റെ പ്രവാചകനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 85-ാമത്തെ യോഗത്തിൽ അധ്യക്ഷനായി വന്നിട്ടുണ്ടെന്ന് നീ വിശ്വസിച്ചാൽ ഞങ്ങൾ എഴുന്നേൽക്കുന്ന പ്രസംഗം ഇതാ: ഇനി അധികം കാലങ്ങളില്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ ആത്മാവിനോട് സദാകാലം വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. താങ്കൾക്ക് ലഭിക്കുന്ന ഒരവസാന സന്ദേശമാണിത്. യേശു വരാറായി എന്ന് പറയുന്നത്.
ഞാൻ 5-ാമത്തെ കാര്യം പറഞ്ഞ് നിർത്താൻ പോവുകയാണ്. എനിക്ക് 10 മിനിറ്റ് കൊണ്ട് സാർ തന്നിട്ടുണ്ട്, അതുകൊണ്ട് നീട്ടുകയാണ്. 1-ാമത്തെ കാര്യം എന്താ? മെഡിക്കൽ സയൻസ് മുന്നറിയിപ്പ് നൽകി നമ്മൾ അവഗണിച്ചു. 2-ാമത്തെ കാര്യം എന്താ? ചരിത്രം നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ചു. 3-ാമത്തെ കാര്യം എന്താ? ഇതിഹാസ പുരുഷന്മാർ നൽകിയ ഗ്രന്ഥങ്ങൾ, ആശയങ്ങൾ നമ്മൾ അവഗണിച്ചു. 4, നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ പ്രസംഗകരും പ്രവാചകന്മാരും പറഞ്ഞു, നമ്മൾ അവഗണിച്ചു. 5-ാമത്തെ കാര്യം നിർത്തുകയാണ്. എന്താണെന്നറിയാമോ? 4 മുന്നറിയിപ്പ് അവഗണിച്ചെന്ന് കരുതി രോഗമേ വരൂ. അഞ്ചാമത്തെ മുന്നറിയിപ്പ് അവഗണിച്ചാൽ നിത്യമായ നാശം സംഭവിക്കും. അതായത് നരകം കിട്ടും, സ്വർഗം കിട്ടുകയില്ല. മറ്റു പലത് അവഗണിച്ചാൽ രോഗമേ വരൂ. എന്താ 5-ാമത്തെ മുന്നറിയിപ്പ് എന്ന് പറയാം? ശ്രദ്ധിച്ചിരിക്കണം, പ്രസംഗത്തിൻ്റെ ക്ലൈമാക്സ് ആണ്. ഇനി ലോകത്തിൽ നടക്കാൻ പോകുന്ന 3 യുദ്ധങ്ങളാണ്. 1 മൂന്നാം ലോക മഹായുദ്ധം, 2 ഹർമഗദ്ദോൻ യുദ്ധം, 3 ഗോഗ് മാഗോഗ് യുദ്ധം. ഈ 3 യുദ്ധത്തിലും ഗോഗ് എന്ന് പറഞ്ഞ രാജ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ആരാന്ന് മനസ്സിലായോ? റഷ്യ. അതിൽ ആദ്യം നടക്കാൻ പോകുന്ന യുദ്ധം ഗോഗ് മാഗോഗ് യുദ്ധമാണ്. എഹെസ്കേൽ 38-39 അധ്യായങ്ങൾ. രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിന് നേരെ നീ മുഖം തിരിച്ചു പറയണം. രോഷ്, RUSH, റൂഷ്, റൂസ്, റൂസ് ലാൻഡ്. ഇന്ത്യയുടെ പൈതൃകമായ പേരാണ് ഭാരതം. ശ്രീലങ്കയ്ക്ക് സിലോൺ, ജർമ്മനിക്ക് തിസ്കലാൻഡ് എന്ന് പറയുന്ന പോലെ റഷ്യയുടെ പൈതൃകമായ പേരാണ് റൂസ് ലാൻഡ്. 2-ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ പത്രവാർത്ത ശ്രദ്ധിച്ചോ? റൂസോ ജപ്പാൻ സംഘടനമെന്നാണ്. മേശക്കാണ് മാസ്കൗ, ഇന്നത്തെ മോസ്കോ. പടിഞ്ഞാറ് റഷ്യയാണ് തൂബൽസ്കൗ. അപ്പോൾ ഇതിൻ്റെ ദേശമായ ഗോഗെ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയും ദക്ഷിണേന്ത്യ വടക്കേന്ത്യയുടെയും നേതാവായ ഭാരതമേ എന്ന് വിളിക്കുന്ന പോലെ ഉള്ളൂ. 3 യുദ്ധത്തിലും റഷ്യ ഉള്ളത് കൊണ്ടാണ് ആൾക്ക് സംശയം വരുന്നത്. എൻ്റെ പുസ്തകത്തിൽ ഞാൻ 3 യുദ്ധങ്ങൾക്കും 3 അധ്യായമാണ് കൊടുത്തിരിക്കുന്നത്, ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ. ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന ആദ്യത്തെ യുദ്ധം 3-ാം ലോക മഹായുദ്ധമാണ്. ഇസ്രായേലും റഷ്യയും 39-6 മതിൽ ഇല്ലാത്ത പട്ടണത്തിലേക്ക് വരും. മതിലില്ലാത്ത പട്ടണം ഇസ്രായേലാണ്. ഇനി ഇപ്പം നമുക്ക് വരാം. ഇപ്പം നടക്കുന്ന ഒരു യുദ്ധമാണ്. ഏത് യുദ്ധമാണെന്നറിയാമോ? റഷ്യ ഉക്രൈൻ യുദ്ധം. ഇതുവരെയുള്ള 4000-ൽ പരം യുദ്ധങ്ങളിൽ 371 കോടി ആളുകൾ മരിച്ചിട്ടുണ്ട്. ഈ യുദ്ധം ഒന്നും സംഭവിക്കാതെ പോയാൽ, ഇപ്പം തന്നെ 1 കൊല്ലമായി, ഈ 371 കോടി ആളുകൾ മരിച്ച കൂട്ടത്തിൽ കുറേ കൂടെ മരിച്ചു, അങ്ങനെ തീരും. പക്ഷേ വേദപുസ്തകം പറയുന്ന 3-ാം ലോക മഹായുദ്ധമാകാൻ ഒരു സാധ്യതയുണ്ട്. അത് സൂചിപ്പിച്ച് നിർത്താൻ പോവാം. ഈ യുദ്ധം തുടങ്ങിയപ്പോൾ നമ്മൾ എന്തോ പ്രാർത്ഥിച്ചത്? പെന്തിക്കോസ്തുകാർ, ഇതാവേ ബലവാനും ബലഹീനം തമ്മിൽ കാര്യം ഉണ്ടായാൽ നീ എവിടെ നിൽക്കുമെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുന്നു. എവിടാ? ഉക്രൈൻ. അതാ ചെറിയ രാജ്യം. നമ്മൾ അവരുടെ കൂടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുകയാണ്, കാർൽ മാർക്സ്, എംഗൽസ്, ലെനിൻ ഇവരുടെയൊക്കെ പ്രതിമകൾ മാറ്റുക, പകരം യേശുക്രിസ്തുവിൻ്റെ പ്രതിമ സ്ഥാപിക്കുക. വാട്സാപ്പിൽ വന്നതാട്ടോ, പത്രത്തിലൊന്നും കണ്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ പുള്ളി ക്രിസ്ത്യാനിയാണല്ലേ, നമുക്ക് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ റഷ്യയുടെ കൂടെ ചേർന്നു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴുണ്ട് ഉക്രൈനിൽ മഞ്ഞുപാളികൾക്ക് നടുവിൽ നിന്നുകൊണ്ട് വേദപുസ്തകവും പൊക്കി പിടിച്ചുകൊണ്ട് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു, യഹോവേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പെന്തിക്കോസ്തുകാർ പറഞ്ഞു, ഇത് മുഴുവൻ പെന്തിക്കോസ്തുകാരാണ്. അപ്പോൾ നമ്മൾ ആരോടെ കൂടി? ഉക്രൈൻ്റെ കൂടെ കൂടി. അപ്പോൾ ഇപ്പുറത്ത് പുടിൻ പറയുകയാണ്, ലോകത്തിൽ എവിടെയെല്ലാം ക്രിസ്ത്യൻ പള്ളികൾ തീവ്രവാദികൾ നശിപ്പിച്ചിട്ടുണ്ടോ ആ പള്ളികളെല്ലാം പണിയാൻ റഷ്യയുടെ ഖജനാവിൽ നിന്ന് പണം കൊടുക്കുന്നതായിരിക്കും. നമ്മൾ ഒന്നും നോക്കാതെ എവിടെ കൂടി? റഷ്യയുടെ കൂടി. അപ്പോൾ ഇപ്പുറത്ത് വരികയാണ് ഈ സെലസ്കി. ഇത് വ്ളാഡിമിർ പുടിൻ, മറ്റത് വ്ളാഡിമിർ സെലസ്കി. ഈ പുള്ളി നിസ്സാരക്കാരനല്ല, മൊർദക്കായുടെ ഗ്രൂപ്പാണ്, യഹൂദൻ. പിന്നെ നമ്മൾ ഒന്നും ചിന്തിച്ചില്ല, നീ യഹൂദനാണെങ്കിൽ തന്നെ നീ ആരുടെ മുമ്പിലും തോക്കില്ല. നമ്മൾ നേരെ അപ്പുറത്ത് കൂടി. നമ്മളിങ്ങനെ ആഴ്ചതോറും കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ എവിടെയാ കൂടണമെന്നൊരു പിടുത്തമില്ലാതിരിക്കുക. എവിടാ കൂടണമെന്ന് പറഞ്ഞാൽ നിർത്താൻ പോവുകയാണ്. എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്. എന്താണ് പാട്ടുകാരൊക്കെ പോയോ? എന്നാലും നിങ്ങളെല്ലാം കൂടി ചേർന്ന് പണ്ടൊരു പാണ്ട്, കണ്ടിടും കണ്ടിടും, അതിലൊരു 4 വരികയെന്ന് പറയുമ്പോൾ, മേഘം പൊങ്ങിക്കാണുന്നേ നിത്യ കൂടാരത്തിൽ ചേരായി. സ്വത്രം. അതിനേക്കാൾ നല്ലൊരു പാട്ടുണ്ടോ? അപ്പോൾ നമുക്ക് വേഗം വന്നിട്ട് പാടാ സൗകര്യം പാടിച്ചാൽ മതി, കുഴപ്പമില്ല, നമുക്കത് നോക്കാം, അത്രയേ ഉള്ളൂ. അതിനകത്ത് 21-ാമത്തെ പാട്ടാണ് നമ്മുടെ പാട്ടൂസിനകത്ത്. അപ്പോൾ എഴുതിയിട്ടുണ്ട്,
അറിയാൻ മേലാത്ത പാട്ട് പ്രിന്റ് ചെയ്യത്തില്ലല്ലോ. അവർക്കറിയാമെന്ന് നമുക്ക് പരീക്ഷിക്കാൻ കൂടെ ചെയ്യാം, രണ്ടും കൂടെ. അപ്പം നോക്കിക്കോ. അപ്പോൾ ഇപ്പം നമ്മൾ എവിടെ കൂടണം പറയാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ ഉക്രൈൻ്റെ ആള് സെലസ്കി അവിടെ അമേരിക്കൻ നേതാവ് പ്രതിനിധി അവിടെ ചെന്ന് കഴിഞ്ഞു. ഒരു അനക്കം. 2, സെലസ്കി അമേരിക്ക സന്ദർശിച്ചു കഴിഞ്ഞു. ജോ ബൈഡൻ്റെ കൂടെയുള്ള ഫോട്ടോ പത്രത്തിൽ വന്നു കഴിഞ്ഞു. അർത്ഥം, നാറ്റോ ശക്തികൾ അധികം താമസിക്കാതെ ഇതിൽ ഇടപെടുകയാണെന്ന് ഇരിക്കട്ടെ, ഒരു സപ്പോസ്, എനിക്ക് നിശ്ചയമൊന്നുമില്ല, ഇരിക്കട്ടെ. അമേരിക്ക എങ്ങാനും ഉക്രൈൻ്റെ പക്ഷം ചേർന്ന് റഷ്യക്കെതിരെ പ്രവർത്തിച്ചാൽ, ഇപ്പം തന്നെ റഷ്യ അമേരിക്കയുമായുള്ള ആണവ കരാറൊക്കെ ലംഘിച്ചു കഴിഞ്ഞു. സംഭവിച്ചാൽ ശ്രദ്ധിച്ചോ, അമേരിക്ക ഇസ്രായേലിൽ നിന്നും ശ്രദ്ധ മാറ്റിയാൽ അപ്പം ഇസ്രായേലിനെ അടിക്കും. ആര്? ദമ്മേശക്. അറിയാമല്ലോ, പണ്ട് സദ്ദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചത്. ശ്രദ്ധ മാറിയപ്പോഴാണ്. അപ്പം അമേരിക്കയെ വലിയ സാത്താൻ, ഇസ്രായേൽ ചെറിയ സാത്താൻ, അങ്ങനെ മറ്റൊരു വിളിക്കുന്നത്. ഇസ്രായേലിൻ്റെ പിറയിൽ നിന്ന് കണ്ണ് അങ്ങോട്ടൊന്ന് മാറിയാൽ അമേരിക്ക പറഞ്ഞ അപ്പം കയറി അടിക്കും. ഇവിടെ ഇറാഖ് അടിക്കാൻ സാധ്യതയുണ്ട്. അടിച്ചാൽ അമേരിക്കയുടെ പ്രത്യേകത, ആരടിച്ചാലും എവിടെ പോയാലും ഇസ്രായേലിനെ ആര് തൊട്ടാലും അവരെന്ത് ചെയ്യും? തിരിച്ചു വരും. തിരിച്ചു വന്നാൽ ഇവിടെ നിൽക്കുന്ന റഷ്യയുടെ മറുവശത്ത് ഇനി ഉക്രൈൻ വരില്ല. അങ്ങനെ വന്നാൽ മറുവശത്ത് വരാൻ പോകുന്ന രാജ്യം ഏതായിരിക്കും? ഇസ്രായേലായിരിക്കും. അങ്ങനെ ഇസ്രായേൽ മറുവശത്തും ഇപ്പുറത്തെ റഷ്യയും വന്നാൽ ചിലപ്പോൾ വരികയില്ല, വന്നാൽ അത് യെഹെസ്കേൽ പ്രവചനം 38 പറയുന്ന 3-ാം ലോകമഹായുദ്ധത്തിന് ആരംഭം കുറിക്കും. അങ്ങനെ ആരംഭം കുറിച്ചാൽ ഇനി ലോകമഹായുദ്ധം താങ്ങാനുള്ള കഴിവൊന്നും ഒരു രാജ്യത്തിനുമില്ല. അതുകൊണ്ട് 3-ാം ലോകമഹായുദ്ധം ആരംഭിച്ച ഉടനെ ഈ യുദ്ധം പരിഹരിക്കുവാൻ ഒരാൾ കയറി വരും. ആ ആള് 10 ഇന കാര്യപരിപാടികളുമായിട്ടാണ് കയറി വരുന്നത്. രാഷ്ട്രീയക്കാർ തെരഞ്ഞെടുപ്പ് പത്രിക പുറത്തിറക്കുന്ന പോലെ 10 ഇന കാര്യപരിപാടികൾ. യുദ്ധം അവസാനിപ്പിക്കണം, ഏകലോക ഭാഷ, ഏകലോക മതം, ഏകലോക ബൈബിൾ, ഏകലോക പൗരത്വം, ഏകലോക കറൻസി. അതിൻ്റെയൊക്കെ തെളിവ് ഇപ്പോഴുണ്ട്. തെളിവ് ഏകലോക കറൻസി. ഒരു കാലത്ത് ഡോളർ, പിന്നെ യൂറോ, ഇപ്പം ചൈന ഡിജിറ്റൽ കറൻസി രംഗത്തിറക്കിയിരിക്കുന്നു. ഏകലോക ഭാഷ, റഷ്യയിൽ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് കുതിച്ച് വാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകലോക മതം, 2.5 വർഷങ്ങൾക്ക് മുൻപ് ദുബായിൽ വെച്ച് സർവ്വലോക മതസമ്മേളനം, മത അമൃതാനന്ദമായി പോപ്പ് അവിടെ അധ്യക്ഷൻ നടന്നു കഴിഞ്ഞു. ഏകലോക ബൈബിൾ, നമ്മുടെ ബൈബിൾ മാത്രം ഒഴിവാക്കി ലോകത്തുള്ള മറ്റ് മതഗ്രന്ഥങ്ങൾ ചേർത്ത് ബൈബിൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. ഏകലോക പൗരത്വം, ഇപ്പൊ തന്നെ ഷെങ്കൻ വിസയുടെ 22 രാജ്യത്ത് പോവാം. ഒറ്റ വിസ കൊണ്ട് ലോകം മുഴുവൻ കറങ്ങാം. ഏകലോക നേതാവ്, UK മുൻ ഭരണാധികാരി പറഞ്ഞു കഴിഞ്ഞു, 18 രാജ്യങ്ങൾക്കൊരു നേതാവ് വേണം, ഇന്ത്യ മുൻകൈ എടുക്കണം. ഇതിനെല്ലാം അർത്ഥം എന്താണെന്നറിയാൻ പ്രിയപ്പെട്ടവരെ, 3-ാം ലോക മഹായുദ്ധം ഉണ്ടായാൽ അതിന്റെ പരിഹാരകനായി കയറി വരുന്നയാളുടെ പേരാണ് എതിർ ക്രിസ്തു. എതിർ ക്രിസ്തു കയറി വന്നാൽ ഇവിടെ മഹാപീഡന കാലഘട്ടം ആരംഭിക്കും. അതിനർത്ഥം ഇന്ന് രാത്രി നിങ്ങൾ വചനം പഠിക്കുന്നവർ ഇടത്തോട്ട് നോക്ക്. 3-ാം ലോക മഹായുദ്ധത്തിന്റെ ശംഖൊലി മുഴങ്ങിക്കഴിഞ്ഞു. വലത്തോട്ട് നോക്ക്, അതിന്റെ പരിഹാരകനായി കച്ചകെട്ടി എതിർ ക്രിസ്തു രംഗത്ത് വരാൻ പോർമുഖത്ത് ഇരമ്പി എത്താൻ കുതിച്ചു നിൽക്കുകയാണ്. പക്ഷേ ലോകം ഇന്നറിയുന്നില്ല, ദൈവമക്കൾ അറിയണം. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഇടത്തുനിന്ന് കയറി വരുന്ന 3-ാം ലോക മഹായുദ്ധം നമ്മൾ നോക്കണ്ട. വലത്തുനിന്ന് കയറി വരുന്ന പ്രശ്ന പരിഹാരമായി എതിർക്ക് നമ്മൾ നോക്കണ്ട. നമുക്ക് നോക്കാനുള്ളത് ഈ 3-ാം ലോക മഹായുദ്ധം ആരംഭിച്ച ഉടനെ എതിർ ക്രിസ്തു കയറി വരുന്ന തൊട്ടു മുൻപ് സഭയെ ഇവിടുന്ന് കൊണ്ടുപോകണം. സഭ മാറ്റപ്പെടണം. അതിന് കർത്താവ് താൻ ഗംഭീരനാദത്തോടെ വരും. ഇന്ന് രാത്രി നമ്മൾ നോക്കുന്ന ഇടത്തോട്ടല്ല വലത്തോട്ടല്ല, ആകാശമേഘങ്ങളെ വാഹനമാക്കിക്കൊണ്ട് തന്റെ സഭയെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കാത്ത കർത്താവിന്റെ വരവിനെയാണ് നമ്മൾ നോക്കി പാർക്കുന്നത്. ഒന്ന് എഴുന്നേറ്റേ ദൈവമക്കളെ. മേഘം പൊങ്ങിക്കാണുന്നേ, നിത്യ കൂടാരത്തിൽ ചേരാറാ. മേഘം പൊങ്ങിക്കാണി. ഇന്ന് രാത്രി ഞാൻ പാടാൻ നിങ്ങൾക്ക് അവസരം തരാം. ഒരു ഓട്ടർ കോൾ ചെയ്ത് ഒന്ന് പ്രാർത്ഥിച്ചിട്ട്. ഞാൻ പാട്ടുകാരനൊന്നുമല്ല, ചിലപ്പോൾ പാട്ടെടുത്തിട്ട് ശ്രുതി താളൊക്കെ തെറ്റിപ്പോകും. അതുകൊണ്ട് അവരുടെ ശ്രുതിക്കും താളത്തിനും ഭംഗിയായിട്ട് അവർ പാടും. ഒരു ഓട്ടർ കോളിന് വേണ്ടി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.
ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ലോത്തിന്റെ കൈക്ക് ദൂതന്മാർ പിടിച്ചതുപോലെ സുവിശേഷ യോഗത്തിന്റെ 85-ാമത്തെ യോഗത്തിന്റെ ആദ്യ രാത്രിയിൽ ഞങ്ങൾ നിങ്ങളുടെ കൈക്ക് പിടിക്കുന്നു. കാരണം ഇത് നശിപ്പിക്കാൻ പോവുകയാണ് ലോകം. 2, ഓടിയാൽ നിങ്ങൾക്കൊരു രക്ഷയുണ്ട്. 3, ഇതല്ലാതെ വേറെ മാർഗമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കത്തി എരിയാൻ പോകുന്ന ലോകത്തിൽ നിന്ന് യേശുവെന്ന ശരണത്തിനായി പിളർക്കപ്പെട്ട പാറയിലേക്ക് ഓടി രക്ഷപ്പെടുവാൻ ഇന്ന് രാത്രി ആര് തയ്യാറുണ്ട്? നെഞ്ചിലാ കരം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ അപ്പച്ചൻ, ഇത് കത്തി നശിക്കും. ഓടി രക്ഷപ്പെട്ടാൽ ഞങ്ങൾക്കൊരു സങ്കേതമുണ്ട്. അതുകൊണ്ട് ഈ രാത്രിയിലെ മുന്നറിയിപ്പ്, ലോകത്തുമെങ്ങും സംഭവിക്കാൻ പോകുന്ന വലിയൊരു പരീക്ഷണാകാലത്ത് ഞങ്ങൾ കർത്താവിനെ സേവിക്കുന്നെങ്കിൽ വരാൻ പോകുന്ന പരീക്ഷണകാലത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളാമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമുള്ളത് കൊണ്ട് കർത്താവേ, ഞങ്ങളെ നിന്റെ മകനും മകളുമാക്കി ഞങ്ങളെ തീർക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവായ യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.